വരുന്നോ? സഹദേവന്മാരെ കാണാമെന്നാണോ? അല്ല, മാനേജർ വിക്രമൻ നായരുണ്ടോ? ആ, അഭ്യാസമുണ്ട്. അങ്ങോട്ടിരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. കുഞ്ഞിന്റെ പേരെന്താ? രമേശ്. ആ, മോൻ പോയി കളിച്ചു. വേണ്ട മോനെ, ഈ വീട്ടിൽ അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. മോൻ പോയിക്കോ. സുധി കളിക്കുന്നത് ഇവിടത്തെ വേലക്കാരി പാർവതിയുടെ മോൻ രാജുവിന്റെ കൂടെ. ഇതിൽ മുതലാളിയുടെ മോനേതാ വേലക്കാരിയുടെ മോനേതാ എന്ന് പറയാൻ പറ്റുമോ? എന്റെ പേര് സുധാകരൻ, ഇത് രാജു, ഞാൻ രമേശ്. നമുക്ക് കളിക്കാം. ആ, വിക്രം സാർ വരുന്നുണ്ട്. നീ എന്തിനെങ്ങോട്ട് വന്നു? കിടപ്പാടം കൊണ്ട് നഷ്ടപ്പെട്ട് ഞാൻ എങ്ങോട്ട് പോകും? അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല. ഞാൻ നിന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്നേഹിതനായിരുന്നു, സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കുന്നതിനും ഒരു അതിരുണ്ട്. ആ ബന്ധത്തിന്റെ പേരിലാണ് എല്ലാ സ്വത്തുക്കളും വിശ്വസിച്ചേൽപ്പിച്ചത്. ഇന്ന് ഞാനും എന്റെ മോനും വഴിയാധാരമായി. ഒടുവിൽ കുറ്റം എന്റേതായി. നന്ദിയില്ലാത്ത വർഗം. ഇത്രയും കാലം ശമ്പളമില്ലാതെ സ്വത്തുക്കൾ നോക്കി നടന്നതിന് കിട്ടിയ കൂലി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അനാഥരായ ഞങ്ങളെ തെരുവിലിറക്കരുത്, ആ ഒരു അപേക്ഷയുള്ളൂ. പിന്നെ മുതലാളി വരേണ്ട സമയമായി. ഇവിടുന്ന് ഒപ്പാരി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കോ, അല്ലെങ്കിൽ കഴുത്തിൽ പിടിച്ചിറക്കേണ്ടി വരും. നല്ല നിലയിൽ കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ കൂലിവേല ചെയ്യാൻ മനസ്സ് വരുന്നില്ല. കുറച്ച് പണം തന്നാൽ അന്യനാട്ടിൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. തരാനുള്ളതും അതിലധികം തന്നു കഴിഞ്ഞു. അന്യനാട്ടിൽ പോയാൽ കൂലിവേല ചെയ്യേണ്ടി വരില്ല, അല്ലാതെ തന്നെ കഴിയാനുള്ള കോളുണ്ട്. ഇത് പറഞ്ഞ നിന്റെ നാക്ക് അഴുകിപ്പോകുന്ന പാപി. വിശ്വസിച്ച് ഞങ്ങളെ ചതിച്ചു സ്വത്ത് മുഴുവൻ കൈക്കലാക്കി. ദൈവവും നിർത്തൻ മോളിലുണ്ട്, അത് മറക്കണ്ട. നിന്റെ ഒരു ദൈവം. എന്നാൽ നിന്നെ ദൈവം സഹായിച്ചോളും. മോനെ, വാ മോനെ, പോവാ. അമ്മേ, രമേശിനെ എനിക്ക് ഇഷ്ടായി. അവൻ ഇവിടെ നിൽക്കട്ടെ അമ്മേ. അത്രയ്ക്ക് ഭാഗ്യം ചെയ്തവനല്ല എന്റെ മോൻ. ഒന്ന് നിൽക്കണേ. ഞാനെല്ലാം കേട്ടു. ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും? വിരോധമില്ലെങ്കിൽ മടിക്കണ്ട, തൽക്കാലം ഇവിടെ കഴിയാം. കൂട്ടിൽ വേലക്കാരി പാർവതിയുണ്ട്. ഞാൻ മുതലാളിയുടെ എല്ലാ കാര്യങ്ങളും പറയാം. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. വാ, നിങ്ങൾ കളിച്ചോ. പാർവതി, ദാ 2 വിരുന്നുകാരുണ്ട്. ശങ്കരേട്ടന്റെ മോളാണോ? അവർക്ക് പെൺകുട്ടിയാണുള്ളതെന്നല്ലേ ശങ്കരേട്ടൻ പറഞ്ഞത്? എന്റെ മോളല്ല, അവരുടെ പേര് മഹേശ്വരി. ആ, മഹേശ്വരി. തൽക്കാലം അവരോട് നിൽക്കട്ടെ. അടുക്കള പണിക്ക് സഹായമാവും. മുതലാളി അറിഞ്ഞിട്ടാണോ? ഒരു പാപത്തിനെ സഹായിച്ചതിന് നമ്മുടെ മുതലാളി എതിര് പറയുമെന്നോ? ഇവരാരാണ്, എവിടുന്ന് വരുന്നു എന്നൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ കാര്യങ്ങളും നീ നേരിട്ട് എന്നെ ചോദിച്ചറിഞ്ഞോ? പാ മോനെ, നമുക്ക് തോട്ടത്തിൽ കളിക്കാൻ പാ. രമേശിനെ കൂടി വിളിക്കായിരുന്നു, പാവം. ആ, അത് ശരിയാ. ശങ്കുമാവ, രമേശിനെ കൂടി വിളിക്കൂ. ഇന്ന് വേണ്ട മക്കളെ, അച്ഛനോടൊരു വാക്ക് ചോദിച്ചിട്ടാവാം. അവന്റെ ഒരു കൊച്ചു മുതലാളി ചമയം. അടുക്കളയിൽ ചെന്ന് കഴിക്കട. കൊച്ചു കുഞ്ഞല്ലേ, ഇപ്പോഴേ ഇരുത്തേണ്ട അടുത്ത് ഇരുത്തിയില്ലെങ്കിൽ തലേ കയറി നിരങ്ങും. ഇന്ന് അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. സുധിക്കുഞ്ഞിന് അറിയാൻ വയ്യാഞ്ഞിട്ടാ. അവൻ നമ്മുടെ വേലക്കാരൻ മോനല്ലേ. ആരായാലും എന്റെ കൂട്ടുകാരനല്ലേ. ആ, എന്റെ ഒരു ദേഷ്യായോ? കുഞ്ഞിന്റെ ഗുണത്തിനാ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് വലുതാവുമ്പോ മനസ്സിലാവും. കുഞ്ഞു നമുക്ക് ഉണ്ടോണ്ടല്ലോ കുഞ്ഞിനെ പിടിച്ച് എത്തിക്കളഞ്ഞത്. ദ്രോഹി. എനിക്ക് വേണ്ടമ്മേ, നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോവാം. ആ ദുഷ്ടൻ എന്തോ പറഞ്ഞതിന് നീ കഴിക്കുമോനെ? എന്റെ അമ്മയെ പറ്റിച്ചത് അവനാ. കൈ കിട്ടിട്ട് മൂക്കിയാലടിച്ച് വരുത്തും. കഴിക്കുമോനെ? വേണ്ട. വേണ്ടെന്നല്ലേ അമ്മയോട് പറഞ്ഞത്? നീ ഉണ്ണാതെ ഞാനും കഴിക്കൂല രാജു. സുധി ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കോ? സുധി, വിശന്നിരിക്കരുത്. എങ്കിൽ നമുക്ക്
എന്താ പതിവ് പോലെ കാറിന്റെ ശബ്ദം കേട്ടിട്ട് ഓടി വന്നില്ലല്ലോ മോനെ? എന്തു പറ്റി? വിക്രമൻ നിങ്ങളുടെ അച്ഛന്റെ മാനേജരോ അതോ അച്ഛൻ അയാളുടെ മാനേജരോ? ഇപ്പോഴങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? ഓ, വിക്രമൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞിരിക്കും അല്ലേ? എന്നെയല്ല അച്ഛാ, ആ പാവൻ രാജുവിനെ അയാൾ കയറി വിളയുന്നു. അങ്ങനെയൊന്നും പറയരുത് സുധി. വിക്രമൻ എടുക്കണ. അയാളുള്ളത് അച്ഛനെന്ത് സഹായമാണെന്നോ? ആ, ഇതെന്താണെന്ന് നോക്ക്. അച്ഛൻ ചിരിക്കണ്ട, ഇതൊന്നല്ലേ ഉള്ളൂ. അതെ. രാജുവിനോട് വാങ്ങാതെ എനിക്ക് വേണ്ട. അതെ, ശരി. ഇതെന്താണെന്ന് നോക്ക്. അല്ല അച്ഛൻ, നമ്മളിവിടെ ഉള്ള കാര്യം വിക്രമൻ അറിഞ്ഞാൽ അത് ഓർക്കുമ്പോ പേടിയാവുന്നു. നിങ്ങൾ വിഷമിക്കാതെ, ശങ്കരേട്ടൻ മുതലാളിയോട് പറഞ്ഞൊരു വഴിയുണ്ടാക്കും. ഈ കുഞ്ഞ് യോഗമുള്ളവനാണ്, അതാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. മുതലാളിയുടെ കൺവെട്ടത്ത് വന്നവരാരും നിർഗതിയായിട്ടില്ല. എന്റെ കഥ തന്നെ എടുക്കൂ. ഞാനും ഇത് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. രാജുവിന്റെ അച്ഛനെവിടെ? തങ്കം പോലത്തെ മനുഷ്യനായിരുന്നു. അനുഭവിക്കാൻ എനിക്ക് യോഗമില്ലാതെ പോയി. ഇവിടുത്തെ ഡ്രൈവറായിരുന്നു. മുതലാളിക്ക് എന്തിനും രാജുവിന്റെ അച്ഛൻ വേണം. അന്ന് കൊച്ചമ്മയും കൊണ്ട് നഴ്സിംഗ് ഹോമിൽ പോയതായിരുന്നു. വഴിക്ക് വെച്ച് കാറൊരു ലോറിയുമായി കൂട്ടിയിടിച്ചു. വിവരമറിഞ്ഞ് ആശുപത്രിയിൽ ചെല്ലുമ്പോഴേക്കും രണ്ടുപേരും മരിച്ചിരുന്നു. മരുന്നൊക്കെ അനുഭവിക്കുക തന്നെ, എല്ലാം ദൈവനിശ്ചയം. അതിനുശേഷം മുതലാളിക്ക് എത്രയോ കല്യാണാലോചനകൾ വന്നു. സുധിയെ ഓർത്ത് അതെല്ലാം വേണ്ടെന്ന് വെച്ചു. എനിക്കൊരു ആങ്ങളെ പോലെയാണ് അദ്ദേഹം. ആ, നേരെ ഒത്തിരിയായി, നമുക്ക് ഉറങ്ങാൻ നോക്കാം. മഹേഷിയമ്മ പറഞ്ഞ് ശരിയാണെങ്കിൽ വിക്രമ സാർ ചെയ്ത് മഹാപാവമാണ്. മുതലാളി ഞങ്ങളോടും ചോദിക്കണം. പാവം ആരോരുമില്ലാത്ത ഒരു സ്ത്രീയും പറക്കമുറ്റാത്ത ഒരു കുഞ്ഞും. വിക്രമൻ അത്രക്കാരനല്ല ശങ്കര. ഒരുപക്ഷം മാത്രം കേട്ട് നാം ഒരു തീരുമാനത്തിലെത്തുന്നത് ശരിയല്ല. വിക്രമനോടൊന്ന് ചോദിക്കട്ടെ. മഹേശ്വരി അമ്മ പറയുന്നതിൽ സത്യമുണ്ട് മുതലാളി. പക്ഷെ ആ സത്യത്തിന് ഒരു മറുവശമുണ്ട്. വിശദമായി പറഞ്ഞാലേ മുതലാളിക്കത് മനസ്സിലാവും. അതറിയാനാണല്ലോ വിക്രമനെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ പോലെ എന്റെ സ്ഥിതി. മഹേശ്വരി അമ്മയുടെ ഭർത്താവ് മാധവൻ എന്റെ അല്പ സുഹൃത്തായിരുന്നു. ഇഷ്ടം പോലെ സ്വത്ത്. നന്നേ ചെറുപ്പത്തിലെ മരിച്ചത് തന്നെ കണ്ടമാനമുള്ള കുടിയും പെണ്ണും മൂലമാണ്. സ്വത്തുക്കൾ മുഴുവൻ കടത്തിലായി, വീട് വരെ വിറ്റു. മഹേശ്വരി അമ്മയ്ക്ക് ഈ കഥകളൊന്നും അറിയില്ല. ഭർത്താവിനെ നല്ലവനെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആ സ്ത്രീയോട് ഞാൻ ഇതെങ്ങനെ തുറന്നു പറയും മുതലാളി? മരിച്ചുപോയ കൂട്ടുകാരന്റെ ദൂഷ്യങ്ങളെ പറ്റി പറയാൻ നാവ് വളയുന്നില്ല. ഞാനാണ് സ്വത്ത് മുഴുവൻ നശിപ്പിച്ചതെന്ന തെറ്റിദ്ധാരണയില അവർ. ഇതാണ് സത്യം. അത് ശരി. കഴിയും വിധം ആ സ്ത്രീയെ വിക്രമൻ രക്ഷിക്കണം. കൂട്ടുകാരന്റെ ഭാര്യയല്ലേ? അതിനുള്ള വശം എനിക്കില്ല മുതലാളി. എനിക്കില്ലേ കുടുംബം പ്രാരാബ്ധവും. അവർക്ക് വിരോധമില്ലെങ്കിൽ അവരോട് നിൽക്കട്ടെ. ശങ്കരനും അതെന്നോട് പറഞ്ഞു. അവരുടെ കുട്ടിയെ സുധിക്ക് വലിയ ഇഷ്ടമാണത്ര. മുതലാളിയുടെ ദയ. ഇങ്ങനെ നല്ല മനസ്സുള്ള ഒരാളെ ഈ കലികാലത്ത് കാണാൻ കഴിയുന്നത് തന്നെ ഭാഗ്യം. പിന്നെ വിക്രമൻ ഇന്ന് തന്നെ എസ്റ്റേറ്റിൽ പോയി തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കും. പണം ഇതിലുണ്ട്. ശരി. ശങ്കുമാവ, ഈ കുട്ടിക്ക് എന്തൊക്കെ വിദ്യകൾ അറിയാവുന്നു? ഇത് നോക്കിയ രമേശ് ഓലുകൊണ്ട് വാച്ചുണ്ടാക്കും, മോതിരം ഉണ്ടാക്കും. മിടുക്കൻ. ആരാ കുഞ്ഞിന് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്? അച്ഛൻ. ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കോ? ആ, പഠിപ്പിക്കാം. നാളെ കൊടിതോരണങ്ങളുടെ ഇടയിൽ ഈ ഓലപ്പാമ്പിനെ കൂടെ കെട്ടിത്തൂക്കണം. സുതിമോന്റെ പുറന്നാളിന് വരുന്നവരെ പേടിപ്പിക്കണം.
പറ്റുമോ? ശങ്കുമാവ അതാ ഈ കളിയുടെ റൂള്. പിന്നെ എനിക്കറിഞ്ഞൂടാത്ത റൂളാന്നല്ലോ. കുഞ്ഞേ, ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചത് കോഴിക്കോട്ടുകാരൻ ഒരു അടിയോടിയ, അതായത് അടിച്ചു തോടുക. കിറുക്കന്മാരുടെ കളി ആയതുകൊണ്ടാണ് ഇനി കിറുക്കറ്റ് എന്ന് പേരിട്ടത്. അമ്മേ, പിന്നെ എന്ത് കളിയാ കളിക്കേണ്ടത്? നമുക്ക് വല്ല കിളിത്തട്ടോ ചടുകുട് പോലും കളിക്കാവോ? എന്നാ പിടിച്ചേപ്പിക്കേ. കുറച്ചുനാളായടി ഞാൻ ഈ സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പാർവതി, വിക്രമ, വിക്രമ, പലതും എന്നോട് പറഞ്ഞു. ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് നീ മുതലാളി എന്നെ രക്ഷിക്കണം. എന്റെ സ്വന്തം മകനിൽ ചെയ്താൽ കൂടി അവനെ ഞാൻ വെറുതെ വിടില്ലടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ. പോലീസിന് ഫോൺ ചെയ്യരുത്. ഹലോ 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 പോലീസ് സ്റ്റേഷൻ. അവൻ ഓടി രക്ഷപ്പെട്ടു. ഒരു നിമിഷം വിളിക്കല്ലേ? വേഗം.
വരൂ, ചോദിക്കട്ടെ. Yes, Rajeshwaran speaking. ഒന്ന് വേഗം ആവട്ടെ. അറിയാം. You are under arrest. നീ മരിക്കാൻ തന്നെ ഒരുങ്ങി വന്നിരിക്കുകയാണല്ലേടാ? മനുഷ്യന് മരണം ഒരിക്കലേ ഉള്ളൂ. ഇവന്റെ ജീവനിപ്പോൾ എന്റെ കയ്യിലാണ്. തോക്ക് താഴെയിട്ടില്ലെങ്കിൽ
പിരിച്ച് കേട്ടാവനെ. പോലീസിനെ സഹായിക്കാൻ വന്ന ദൈവദൂതൻ. നിനക്കൊന്നും വേറെ പണിയില്ലടാ. വിക്രമൻ ആസൂത്രണം ചെയ്തൊരു പരിപാടി പൊളിയുന്നത് ഇതാദ്യമാണ്. ആ മലമുകളിൽ നിന്നാൽ 10 മൈൽ ചുറ്റളവിൽ എന്തും കാണാം. അവിടെ നമ്മുടെ ആളുണ്ടായിരുന്നിട്ടും ഒരു മുന്നറിയിപ്പും കൂടാതെ പോലീസ് നമ്മെ ആക്രമിച്ചു. കാവൽ നിന്ന ആളെ ആരോ അടിച്ചു ബോധം കരുതി. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. ആ സെൻട്രിയെ ചെക്ക് ചെയ്യാൻ മറ്റൊരുക്കങ്ങൾ വേണമായിരുന്നു. ചെക്ക് ആൻഡ് ക്രോസ് ചെക്ക്. അത് നീ ചെയ്തില്ല. ഒരബദ്ധം പറ്റിപ്പോയി. അതിന് വില കൊടുക്കേണ്ടി വന്നത് ഞാനാണ്. 50 ലക്ഷം. അതിനേക്കാൾ നഷ്ടം ജഗ്ഗു പോലീസിന്റെ പിടിയിൽപ്പെട്ടതാണ്. വാടകയ്ക്കെടുത്തൊരു ഗുണ്ടയല്ലാവൻ. നമ്മുടെ സംഘത്തിന്റെ ഉള്ളുകള്ളികൾ അറിയാവുന്ന ഒരു കണ്ണി. എങ്ങനെയും ജഗ്ഗുവിനെ രക്ഷപ്പെടുത്തണം. പറഞ്ഞാൽ മാത്രം പോരാ, ചെയ്തു കാണിക്കണം. അത് മുടനെ. ആരാണ് അതിന് നേതാവ്? അത് പറയുന്നത് വരെ നിന്നെ ഉറങ്ങാൻ പറ്റില്ല. പറയടാ, പറയടാ വാക്കൽ. എനിക്കറിയില്ല സാർ. നുണ പറഞ്ഞ് രക്ഷപ്പെടാന്ന് കരുതണ്ട. സത്യമാണ് സാർ. ഫോണിൽ കൂടി എനിക്ക് ഓർഡേഴ്സ് കിട്ടും. പറഞ്ഞ കാര്യം അതേപടി ചെയ്യും. ചെയ്യുന്നതിനുള്ള പ്രതിഫലം വീട്ടിലെത്തും. ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല സാർ. ജഗ്ഗുന് ഉറങ്ങണോ? ആ കിടക്ക കണ്ടോ? ഒരു വാക്ക്, ഒരേ ഒരു വാക്ക്. നിന്റെ ബോസ് ആരാണ്? അത് പറഞ്ഞാൽ സുഖമായി ആഹാരം കഴിച്ച് ആ കിടക്കയിൽ കിടന്നുറങ്ങാം. എനിക്കൊന്നും അറിയില്ല സാർ. ലൈറ്റ്സ് ഓഫ്. പിള്ളേ സാർ, അവനെ ലോക്കപ്പിലിട്ടേക്ക്. ഓ. കഴിവറടവന്റെ ഒരു തടി. ഇടി കൊള്ളാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറെയായി. ഭാരത്തിന് ഒരു കുറവുമില്ല. അയ്യോ പിള്ളച്ചേട്ടാ, ആ രാമു നമ്മളെ ചതിച്ചെന്നാ തോന്നുന്നത്. എങ്കിൽ തൊത്തി തെറിച്ചത്. അയ്യോ എന്റെ മാതാവേ. എടാ രാമു, ഓ നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. ഹോ, അകത്ത് ഭയങ്കര ഉഷ്ണം. പിന്നെ ഉച്ചയൂണ് കഴിഞ്ഞാ അരനാഴിക നടക്കണമെന്നാ ശാസ്ത്രം. അപ്പൊ ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി. ഒരു ചില്ലറ വേല. സാറുമാരിങ്ങനെ പേടിക്കാൻ പോയാ എന്റെ 18ാമത്തെ അടവ് കാണും എന്തായിരിക്കും സ്ഥിതി? ഈ ഒരടവിന് ഞങ്ങളുടെ വയറ് കലങ്ങി. ഇനി നിന്റെ 18ാമത്തോ പ്രയോഗിച്ച അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്.
ആ അടവ് എന്താണെന്ന് പറയടാ രാമു. പുറത്തെ കാറ്റ് കൊണ്ടപ്പോ ശരീരം ആകെ ഒന്ന് തണുത്തു. ഇനി നീണ്ടു നിവർന്നൊന്ന് കിടക്കണം. അതാണ് എന്റെ 18ാമത്തെ അടവ്. അപ്പൊ ഞാൻ കിടക്കട്ടെ. ആ ഷർട്ടൊന്ന് എടുക്കൂ. വേണമെങ്കിൽ എടുത്തോണ്ട് പോടാ. ഉയരുണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ അത് അവിടെ കിടക്കേ ഉള്ളൂ. ഓ, ഈ കഴിവറമ്മനെ കൊണ്ട് തോറ്റു. ഇതിപ്പോ അങ്ങനെ മാറ്റുന്നില്ല. ഇങ്ങോട്ട് മാറ്റി വെക്ക്, നീ ഇങ്ങോട്ട് മാറ്റി വെക്ക്. ഞാൻ വെള്ളം പിടിച്ച് നീ പിടിച്ചാൽ മതി. ഇങ്ങോട്ട് മാറ്റി നീ മാത്രം പിടിക്കണ്ട. അങ്ങനെ മാറ്റുന്ന തള്ള മോളും കൂടെ വെള്ളം മുഴുവൻ തീർക്കുമല്ലോ. അതെങ്ങനെയാ മകളെ ഒളിപ്പിച്ചിരുന്നാലേ തള്ളക്ക് കച്ചവടം നടക്കും. പറഞ്ഞെങ്കിൽ എന്തോ ജോലി. സുധാരം വരുന്നു. രണ്ടായിട്ട് വീടി. രാധേ, ഉല്ലാസ് വെള്ളം. രാധ ചോറും കൊണ്ട് വർഷാപ്പിൽ വന്നപ്പോ നീ എവിടെ ഇല്ലായിരുന്നല്ലോ. ഒരു ചെറിയ നായാട്ടിന് പോയി. കുറെ കൊള്ളക്കാര് എല്ലാത്തിനെയും അകത്താക്കി. പക്ഷെ തീ കൊണ്ടുള്ള കളിയാണെന്ന് നീ മനസ്സിലാക്കണം. എന്റെ അച്ഛനെ കൊന്ന കൊലയാളി ഇന്നും സ്വതന്ത്രനാണ്. അവൻ എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ കണ്ടു കിട്ടുന്ന കുറ്റവാളികളെ മുഴുവൻ അകത്താക്കി ഞാൻ അടങ്ങും. അതിനെന്ത് ആപത്തും വന്നോട്ടെ. നിനക്കെന്താ നോക്കാനുള്ളത്? ഒറ്റത്തടി, ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല. ചങ്കുമാവ, എന്നെ വളർത്തി ആളാക്കിയ ശങ്കുമാവനുള്ളപ്പോ എനിക്ക് ബന്ധുക്കളില്ലല്ലേ? ശങ്കുമാവന്റെ പേരക്കുട്ടി രാധ എന്റെ സ്വന്തം പെങ്ങളാണ് ഇവള്. ഇവളുള്ളപ്പോ എനിക്ക് ബന്ധുക്കളില്ലല്ലേ? ഈ പണമെല്ലാം കൂട്ടുവെക്കുന്നോ അതോ ചെലവാക്കുന്നോ? ഇവനെ എന്റെ പെങ്ങളുടെ കല്യാണത്തിലുള്ള കാശാണ്. നീ അലങ്ങാനെടുത്ത് ചെലവാക്കിയ പിന്നെ മണ്ടയ്ക്കാൻ കേൾക്കും. SP here. Yes? Noted. I will pass the information within a day or two. Certainly. Thank you. CBI എന്നാണ് ഫോൺ. ജഗ്ഗുവിനെ അവരെ ഏൽപ്പിക്കണമെന്ന്. അല്ലെങ്കിൽ 2 ദിവസത്തിനകം അവന്റെ സംഘത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കണം. ഹീസ് എ ഹാർഡൻ ക്രിമിനൽ സർ. എന്ത് ചെയ്തിട്ട് സത്യം പറയുന്നില്ല. It is a shame on our police department. Try hard. ഇതിൽ കൂടുതൽ ബലം പ്രയോഗിച്ചാൽ അവനെന്തെങ്കിലും അപകടം. Then try other methods. I need the result within 24 hours. Understand? Yes, sir. You may go. Morning. Please take your seat. I want one diamond necklace. ഇഷ്ടം പോലെ സെലക്ഷൻസ് തരാം. സാറ് എന്നെ തെരഞ്ഞെടുത്തോളൂ. ഈ ഡയമണ്ട്സ് എല്ലാം ഒറിജിനൽ ആണ്? തീർച്ചയായും ഗ്യാരണ്ടി തരാം സാർ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കേണ്ട പ്രസന്റ് ആണിത്. അത് ഇന്ന് an emergency case. Otherwise I usually buy from Bombay, Javan Brothers. What's the price? 2.5 ലക്ഷം ആവും സാർ. സാറിന്റെ ഭാര്യ ഭാഗ്യവതി തന്നെയാ. അത്രയ്ക്ക് ഭംഗിയുള്ള നെക്ലസാ. ഭാര്യയ്ക്ക് ആരെങ്കിലും ഇത്ര വലിയ പ്രസന്റ് വാങ്ങുമോ? മനസ്സിലായി സാർ. പാക്കറ്റ്. യെസ് സാർ. ക്യാഷ് ബില്ലാണ്. വി വോണ്ട് അക്സെപ്റ്റ് ചെക്സ്. It's all right. എന്താണിത് സാർ? പറഞ്ഞുതരാം, ധൃതി വയ്ക്കാതെ. ഇപ്പൊ വിദ്യ മനസ്സിലായോ? തന്റെ കയ്യിലിരിക്കുന്ന അതിശക്തിയുള്ള ഒരു ബോംബാണ്. താനൊന്ന് ചലിച്ചാൽ പോലെ അത് പൊട്ടിത്തെറിക്കും. ഇല്ലെങ്കിൽ ഈ ബട്ടൺ അമർത്തിയാൽ മതി. റിമോട്ട് കൺട്രോളുള്ള ഈ പച്ച ബട്ടൺ അമർത്തി സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ 3 മിനിറ്റിനകം അത് പൊട്ടിത്തെറിക്കും. ഒരു ചെറിയ ഇളക്കം തട്ടിയാൽ അത് തന്നെ സംഭവിക്കും. ഞാനിവിടുന്ന് പോകുന്നവരെ ഇവിടുന്ന് ആരും അനങ്ങി പോകരുത്.
ഞാൻ രക്ഷപ്പെട്ടു എന്ന് ബോധ്യമായാൽ ഞാൻ ഈ ബട്ടൺ അമർത്തി സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായോ? ഗുഡ് ബൈ, ഗുഡ് ലക്ക്. അവിടെ നിന്നാണ് മോഷണം പോയത്? ഐ സി. വണ്ടി നമ്പർ? ബുദ്ധിമുട്ടേണ്ട സാർ, പെട്രോൾ തീർന്നുപോയി. ഇതെന്താ മുഖത്ത് മന്തോ? എസ് ഐ രാജശേഖരൻ സാറിന്റെ പിഴിച്ചില് ലോക പ്രസിദ്ധമല്ലേ? ആര്യവൈദ്യന്മാര് പോലും തോറ്റു. ആരാ ഒരു പുതിയ ഫ്രണ്ട്? ഒരു ക്ലാസ്മേറ്റ് കൂടി വരുന്നുണ്ട്. ഹലോ, തുറക്ക. കണ്ടാൽ മാന്യൻ, കയ്യിലിപ്പ്. ഐ എം സോറി. കണ്ടപ്പോഴേ തോന്നി ഇംഗ്ലീഷ് തട്ടിപ്പാണെന്ന്. തീപ്പെട്ടി ഉണ്ടോ? എന്താ നീ വിളിച്ചത്? എന്താ സ്ഥാനപ്പേര് അതല്ലേ? ഇടതും വലുതും പോലെ നമ്മൾ തമ്മിൽ അടിച്ചാലോ? വർഗ താല്പര്യം നോക്കണ്ടേ? ഭാഷയെ പിടിപിട്, പിടിവിടാൻ. അതെ, എന്റേതാണല്ലോ. തനിക്ക് എവിടെ കിട്ടി? മാഷ് അകത്ത് വന്ന് കയറിയപ്പോ നമ്മൾ തമ്മിൽ ചെറിയൊരു കൊളാബറേഷൻ ഉണ്ടായില്ലേ? അപ്പൊ അടിച്ചതാ. ആടിപ്പഴകിയ കാലും പോക്കറ്റ് അടിച്ച കൈയും വെറുതെ ഇരിക്കണമെന്നാ ശാസ്ത്രം. താൻ ഏത് വകുപ്പാ? ബ്ലേഡ്. ബ്ലേഡ് രാമു എന്നുള്ള പേരിലാ എന്നെ പൊതുജനം അറിയുന്നത്. നിങ്ങളോ? മുത്തച്ഛന് മേലെ നമ്പരം കാണും. മോക്കെങ്ങനെ മനസ്സിലായി? മേലാസകലം ഇട്ടിച്ച് പിടിയുന്ന വേദന. അതിനെയൊന്നും വേണ്ട, പതിവുള്ളത് കഴിച്ചേച്ചുവാ, ഞാൻ പോയേക്കാം. നില്ലാതെ
സുധാകരനോട് പറഞ്ഞേക്കല്ലേ, നിന്നെ ഒറ്റയ്ക്ക് വിട്ടെന്നും പറഞ്ഞ് അവൻ എന്റെ തലയും കൊണ്ട് പോകും. സുധിയേട്ട് വരുന്നതിന് മുമ്പ് വീടെത്താൻ നോക്കാം. സന്ധ്യയ്ക്ക് പ്രായമായ പെണ്ണിനെ ഒറ്റയ്ക്ക് വിടരുതെന്ന് 100 തവണ പറഞ്ഞിട്ടുണ്ട്. ശങ്കരേട്ടൻ കേൾക്കത്തില്ല. തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നഷ്ടമില്ല. നമ്മൾ അയൽവാസികൾ കൊണ്ടും കൊടുത്തും കഴിയേണ്ടത് ഏത്? ഏതായാലും രാധ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ വീട് വരെ കൂട്ടുവരാം. എനിക്കൊരു കൂട്ടും വേണ്ട. താൻ മര്യാദയ്ക്ക് പോ, ഇല്ലെങ്കിൽ ബഹളം വെച്ചാൽ ആളെ കൂട്ടും. അങ്ങനെ അങ്ങ് വേണ്ടാടി. എങ്കിൽ അത് തന്നെ ഒന്ന് കാണണം. നീ ബഹളം വയ്ക്ക്. ഈ മുക്കില് രാഘവന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞൊന്ന് കാണട്ടെ. എന്താണ് ഇവിടെ? എന്റെ അയലത്തുള്ളതാണ് രാധ. വഴി കണ്ടപ്പോ ചുമ്മാ ലോഹ്യം പറഞ്ഞാണേ മോനെ. ലോഹ്യം പറയാൻ കണ്ടൊരു സ്ഥലം മേൽ നിന്നിവിടെ കണ്ടുവരുത്. പോടാ. ഓ, ഈ സമയത്ത് ഒറ്റയ്ക്ക് നീ ഇവിടെ പോകുന്നു? മുത്തച്ഛനുമായി ചന്തയെന്ന് വരുന്ന വഴിയാ. എന്നിട്ട് അയാൾ എവിടെ? വഴിക്ക് ഒരിടത്ത് കയറി. രാധയ്ക്ക് എവിടെയാണ് പോകേണ്ടത്? ഗാന്ധിനഗർ കോളനിയിൽ. ആ സമയത്ത് തനിയെ പോകണ്ട, ഞാനും ആ വഴിക്കാണ്. ജീപ്പ് കയറും. വേണ്ട സാർ. കേറാനല്ലേ പറഞ്ഞു? പോലീസ് ഭാഷയിൽ പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവും. ഉലകേ മായം, വാഴ്വേ മായം. അരിയിൽ വെള്ളാരങ്കല്ല്, പഞ്ചസാരയിൽ തരിമണല്, കാപ്പിപ്പൊടിയിൽ പുളിയങ്കുരുപ്പൊടി, കല്ലിൽ കുമ്പളങ്ങ. ഫൂ, മായം, സർവത്ര മായം. ഹോട്ടലിൽ വരെ കഴിക്കുന്നു. മോളെ രാധേ, ഉപ്പിലിട്ടുണ്ടെങ്കിൽ ഇഞ്ഞെടുക്ക, നാക്കി വെക്കാനാ. ആരാ? എന്ത് വേണം? നിങ്ങളാണോ ശങ്കരൻ? ഏമാൻ ഇവിടെ? മനുഷ്യന് വയസ്സായ പോരാ, അതിനൊപ്പം വിവരം വേണം. നിങ്ങൾ രാധയെ തനിയെ വിട്ടിട്ട് കുടിക്കാൻ പോയി, എന്നിട്ട് അവളെവിടെ? എന്റെ പൊന്നേമാനെ, അങ്ങനെ അക്കടി പറ്റിപ്പോയി. എന്റെ മോക്ക് എന്തെങ്കിലും അബദ്ധം? ഇന്നത്തെ കാലത്ത് പ്രായമായ ഒരു പെൺകുട്ടിയെ തനിച്ച് അസമയത്ത് റോഡിൽ വിട്ടാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആ, ഇങ്ങനെ തീ തീറ്റാതെ എന്തുണ്ടായിന്ന് പറയൂ ഏമാനെ. സുധിയോട് ഞാൻ എന്തോ സമാധാനം പറയും? മുത്തച്ഛ, മുത്തച്ഛനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടി മോളെ. സമയത്തിന് ഞാൻ ചെന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഭയന്നതുപോലെ സംഭവിച്ചേനെ. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഒടുക്കലത്തെ കുടി കൊണ്ടുവന്ന പൊല്ലാപ്പായിരുന്നു. ഇന്ന് മുതൽ ഞാൻ കുടി നിർത്തി. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ കുടിക്കത്തില്ല. എനിക്ക് എന്റെ മോളാ വലുത്, എന്റെ മോളാ വലുത്. ഞാൻ പോകുന്നു. രാജശേഖരൻ ഹിയർ. നിങ്ങളാരാണ്? സാറിന്റെ ഒരു വെൽവിഷറാണെന്ന് തന്നെ വെച്ചോളൂ. എന്നെ ഒന്ന് സഹായിക്കണം. കാര്യം പറയൂ. ജഗ്ഗുവിന്റെ കാര്യമാണ്. അവനെ രക്ഷപ്പെടുത്തണം. ലക്ഷങ്ങൾ വരെ ഞാൻ തരാം, അതും മുൻകൂറായിട്ട്. പ്ലീസ് കോട്ട് യുവർ പ്രൈസ്. എനിക്ക് ആലോചിക്കാൻ അല്പം സമയം തരണം. പിള്ളേ, സാർ, അടുത്ത നമ്പറിൽ എക്സ്ചേഞ്ചിലേക്ക് ഫോൺ ചെയ്ത് ഞാൻ സംസാരിക്കുന്ന നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കാം. സാർ, അറിയാം. A clever bastard. അവൻ ഇരയിൽ കുത്തുന്ന ലക്ഷണമില്ല. പകരം ചൂണ്ടക്കാരനെ വെള്ളത്തിലാക്കാനാണ് അവന്റെ ശ്രമം. മനസ്സിലായില്ല മുതലാളി. നമ്മുടെ ടെലിഫോൺ നമ്പർ ട്രേസ് ചെയ്യാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിലിരിക്കും. വെറ്റി. ചുവന്ന ചായ മടിച്ച പ്ലാസ്റ്റിക് പന്ത്, അതിനകത്ത് പഴയ ടൈം പീസ്. ടൈം പീസിന്റെ ടിക് ടിക് ശബ്ദം കേട്ടതോടെ കടക്കാരന്റെ നല്ല ജീവൻ പോയി. പാവത്തിന്റെ നിപ്പ് കാണുമായിരുന്നു. ടൈം ബോംബല്ലേ കയ്യില്. അല്ല, മാഷ് ഇവിടെ എങ്ങനെ അകത്തായി? സമയം ശരിയല്ലടേ, ശനിദശയാണെന്ന് തോന്നുന്നു.
ഇല്ലെങ്കിലുണ്ടോ ഇവന്മാർക്ക് എന്നെ കിട്ടുന്നു. സ്വർണ്ണക്കടയിൽ പോകാൻ ഒരു കാറ് സംഘടിപ്പിച്ചിരുന്നു, ഒന്നാം തരം ഒരു ബെൻസ്. പക്ഷെ ഓണർ ദരിദ്രവാസിയ, വണ്ടി പെട്രോൾ കുറവായിരുന്നു. പോലീസ് പിന്തുടർന്ന് വന്നപ്പോ കാറ് നിന്നു, ഞാൻ അകത്തുമായി. ആ, ശരിയായ കഷ്ടകാലം തന്നെ. ഒരിക്കൽ ബസ്സിൽ വെച്ച് ഞാൻ ഒരുത്തിയുടെ ബാഗിന് ബ്ലേഡ് വെച്ചു. ആളെ കണ്ടപ്പോ കോളുണ്ടെന്ന് തോന്നി. ബാഗിന് പുറത്തേടിയാ എന്താണെന്നറിയാവോ? പഴഞ്ഞോറും സാമ്പാറും. ആപ്പീസിൽ പോണ ഏതോ ദരിദ്രവാസിയായിരുന്നു. അത് കിടന്ന് കരയാനും തുടങ്ങി. എന്റെ പൊന്നു മാഷെ, ബസ്സിലുണ്ടായ സകലമാന ആൾക്കാരും എനിക്കിട്ടിടിച്ച് ധർമ്മ ഇടി. 41 അന്ന് ആശുപത്രിയിൽ ഞാൻ പോകുന്നത്. ആ ലൈറ്റർ നോട്ടെ. വേണ്ട, എന്റെ ഉണ്ട്. ഹലോ, ഐ ആം ജഗ്ഗു. നമ്മൾ പരിചയപ്പെടുന്ന നല്ലതാണോ? ഐ ആം രമേശ്. പ്ലീസ് ടു മീറ്റ് യു. കേട്ടിടത്തോളം രമേശ് ഞങ്ങൾക്ക് പറ്റിയ ആളാണ്. നിന്റെ പ്ലാനിങ്ങിൽ വന്ന തെറ്റുകൊണ്ടാണ് ജഗ്ഗു പോലീസ് പിടിയപ്പെട്ടത്. അത് ഞാൻ ക്ഷമിച്ചു. പക്ഷെ ആ പീറ ലോക്കപ്പിൽ നിന്നും അവനെ രക്ഷിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് വെച്ചാൽ SI രാജശേഖരൻ. ഒന്നും പറയണ്ട. യു ഹാവ് ബിക്കം യൂസ്ലെസ്. രജനി, ജഗ്ഗുവിനെ ലോക്കപ്പിൽ നിന്നും രക്ഷപ്പെടുത്തണം. ഈ യൂസ്ലെസിനെ കൊണ്ട് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രജനി ആ ചുമതല ഏറ്റെടുക്കണം. ഞാൻ ശ്രമിക്കാം. അത് പോരാ, നേരം വെളുക്കുന്നതിന് മുമ്പ് ജഗ്ഗു ഇവിടെ ഉണ്ടായിരിക്കണം. രജനിക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം വരുമ്പോ പറയാം. കോരുതേ, ഒന്ന് എഴുന്നേറ്റേ. എന്റെ കോരുതേ, നൈറ്റ് ഡ്യൂട്ടി ഉള്ള അന്നാ നേരാമണ്ണോ ഒന്ന് ഉറങ്ങാൻ കഴിയുന്നത്. ബാക്കിയുള്ള ദിവസം വീട്ടിൽ പിള്ളാച്ചന് എന്നാ പണിയാ? സത്യമായിട്ടും എന്റെ കുടുംബകഥ കേട്ടാ കോരുത് കരയും, തേങ്ങി തേങ്ങി കരയും. പൈങ്കിളി വാരികയിൽ വരുന്ന തുടർക്കഥയേക്കാൾ കഷ്ടമാ എന്റെ കഥ. എന്നാൽ അതൊന്ന് കേൾക്കണമല്ലോ. ഭാര്യയുടെ 8ാമത്തെ പ്രസവം കേക്കണേ. ആ, പ്രസവം നോക്കാൻ ഭാര്യയുടെ അനിയത്തി വരുന്നു. ഭാര്യ പ്രസവിച്ചെണീറ്റപ്പോ അനുജത്തിക്ക് 3 മാസം ഗർഭം. ഭാഗ്യവാൻ. പെണ്ണിനെന്തോ പ്രായം വരും? മധുര 17. പറഞ്ഞിട്ടെന്താ കാര്യം? ചേടത്തിയും അനിയത്തിയും എന്നും വഴക്ക്. കുടുംബത്തിൽ കിടന്ന് ഉറങ്ങിയ നാള് മറന്നു. 4 തല ചേർന്നാലും 4 അത് ചേരില്ലെന്നാണല്ലോ പ്രമാണം. താണ്ട വരുന്നു. എന്ത് ചേട്ടനിപ്പ പറഞ്ഞത്? ദേ അങ്ങോട്ട് നോക്കിക്കേ. സർ, എന്റെ കൂടെ ഹോട്ടലിൽ വരെയൊന്ന് വരണം. ഞങ്ങൾ 2 പേരും വരണോ? ഒരാളായാലും മതി. എന്നാ ഞാൻ വരാം. ആര് പോണമെന്ന് ഞാൻ തീരുമാനിക്കാം. ഏട് മറന്നുള്ള കളി വേണ്ട. ഏത് ഹോട്ടലിലേക്കാ നിങ്ങൾക്ക് പോകേണ്ടത്? ഹോട്ടൽ ലൗഡേൽ. ഹോട്ടലിലേക്ക് പോകുന്ന വഴി ചില ഗുണ്ടകൾ എന്നെ തടഞ്ഞു. ഇങ്ങോട്ട് കയറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. തനിച്ചു പോവാൻ പേടിയാണ്. നിങ്ങൾ ഭയപ്പെടാതെ. ഈ കോരിലൂടെ ഉള്ളപ്പം ഒരു ഗുണ്ടകളും കയറി ആളാകുകയില്ല. അവന്റെ കോരുതേ, ഹോട്ടലിലാണോ താമസം? അവിടെ ജോലിയാണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് പോണം. എന്ത് ജോലി? നൈറ്റ് ഡ്യൂട്ടി. ഇത് നേരത്തെ പറയണ്ടേ? കൂട്ടിന് ഞാൻ വരാം. കോരുതേ, എന്തോ ഞാൻ വരുന്നത് വരെ സ്റ്റേഷന്റെ ഇൻചാർജ് തനിക്ക്. അത് വേണോ പിള്ളച്ചേട്ടാ? വീട്ടിലാണെങ്കിൽ ഡബിൾ ഡ്യൂട്ടി, ഇവിടെ നൈറ്റ് ഡ്യൂട്ടി. അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഡ്യൂട്ടി ഇടാവുമ്പം പിള്ളച്ചേട്ടൻ കുഴഞ്ഞു പോവും. ഞാൻ പോവാം. താനും വന്നേ. നീ ചെറുപ്പമല്ല. ഈ വയസ്സുകാലത്ത് ഇതുപോലൊരു കോള് കിട്ടത്തില്ല. ആദ്യം ഞാൻ. എന്നാ തർക്കം വേണ്ട, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പോവാം. ഡ്യൂട്ടി കാണില്ലാതെ പുറത്ത് താറാവ് നിപ്പുണ്ട്. എന്റെ പൊന്നു പിള്ളച്ചേട്ടാ, തീക്കട്ടെ കയറി ഉറുമ്പരിക്കുവോ? അതും ശരി. ഞങ്ങൾ കൂടെ വരാം. വെറും കൈയോടെ ഞങ്ങളെ മടക്കി അയക്കരുത്. ബാ. ഇങ്ങനൊരു സന്ദർഭം വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? രമേശന്റെ കൂടെ വരുന്നു. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോ തെളിവില്ലാന്ന് പറഞ്ഞ് ഇവരെന്നെ വിടും. ഒരു വല്ലാപ്പിന് ഞാനില്ല. വാ. ഒന്ന് നിന്നേ. പുറത്ത് വെച്ച് എന്തെങ്കിലും കാണാം. എന്നെ ഒന്ന് കെട്ടിട്ടേച്ച് പോ. ബുദ്ധിയുടെ കഷ്ണമില്ല 2 എണ്ണത്തിന്.
പുറത്തേ പാറാവുകാരുണ്ട്. കെട്ട് കെട്ട്. അവരെ വെട്ടിച്ചേച്ച് പോണം. അതിനുള്ള പണിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. കെട്ടിക്കോ കെട്ടിക്കോ. ആ മുറുക്കി കെട്ടി, മുറുക്കി കെട്ടി. അയ്യോ എന്നെ കൊന്നേ, എന്റെ കയ്യിൽ എന്റെ ദൈവം, അവരെന്നെ തല്ലി കൊന്നു. അയ്യോ അവരെന്നെ തല്ലി നാശമാക്കിയിട്ട് കൊന്നു അറിയാം. കൺഗ്രാറ്റുലേഷൻസ് രജനി. ഇവനൊക്കെ തലകുത്തി നിന്നിട്ട് നടക്കാത്ത കാര്യമാണ് രജനി ഒറ്റയ്ക്ക് സാധിച്ചത്. ബ്ലഡി ഫൂൾ. ഇത് മിസ്റ്റർ രമേശ്, ചുവന്ന പന്ത് ബോംബാക്കി മാറ്റിയ ബിരുദൻ, ബോംബെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പിടികിട്ടാ പുള്ളി. യു ആർ റിയലി മാർവലസ്. താങ്ക് യു. കണ്ണും കാതും എപ്പോഴും തുറന്നു വെക്കുന്നവർക്ക് മാത്രമേ ഈ തൊഴിലിൽ നിലനിൽപ്പുള്ളൂ. രമേശ് ഞങ്ങളുടെ കൂടെ ചേർന്നു. ചെയ്യുന്ന തൊഴിലിന് തക്കതായ പ്രതിഫലം കിട്ടണം. ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നത് പ്രശ്നമല്ല. ഗുഡ്. ചെയ്യുന്ന തൊഴിലിന് ഇന്നോളം പ്രതിഫലം കൊടുക്കാതിരുന്നിട്ടില്ല. ഗുണത്തിനും ദോഷത്തിനും. പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായാൽ എന്ത് ചെയ്യണമെന്നാണ് സംഘനിയമം? ആത്മഹത്യ. എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? ജീവനിലുള്ള കൊതി അതുള്ളവരാരും ഈ തൊഴിലിന് വരരുത്. ഇന്ന് നീ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്. എനിക്കൊരു ഭാരം മാത്രം. ഇവിടത്തെ നിയമം പാലിക്കൂ. ഈ കേസ് പിടിച്ചതിന്റെ പേരിൽ നിങ്ങളെ പോലീസ് മെഡലിന് റെക്കമെൻഡ് ചെയ്യാനിരിക്കുകയായിരുന്നു ഞാൻ. അശ്രദ്ധ കൊണ്ട് നിങ്ങൾ സ്വന്തം കരിയർ നശിപ്പിച്ചു. കെ ഉദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടിയിൽ ഇത്ര വലിയ വീഴ്ച വരുത്തുമെന്ന് ഞാൻ കരുതിയില്ല സർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. താഴെയുള്ളവരുടെ വീഴ്ചയ്ക്ക് മേലധികാരികൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. ജഗ്ഗുവിനെ പോലൊരു കുറ്റവാളിക്ക് കൂടുതൽ ബന്ധവസ് ആവശ്യമായി. അതിനു പകരം സാധാരണ 2 കോൺസ്റ്റബിൾസിന്റെ ചാർജിൽ സ്റ്റേഷൻ വിട്ടത് നിങ്ങളുടെ തെറ്റാണ്. ആ തെറ്റ് ഞാൻ ഏൽക്കുന്നു സർ. അതിന് വരുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാറാണ്. ഫോർ ദി ടൈം ബീങ് ഐ എം നോട്ട് സസ്പെൻഡിങ് എനി ഓഫ് യു. സർവീസ് ബുക്കിൽ റെഡിംഗ് കയറാതിരിക്കാൻ നോക്കൂ. എങ്ങനെയും ജഗ്ഗുവിനെയും രമേശിനെ അറസ്റ്റ് ചെയ്യണം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. വിഷ് യു ഗുഡ് ലക്ക്. ഒന്ന് എണീറ്റ്. നേതാവിന് 5-8 മീറ്റിംഗ് പ്രസംഗിക്കാനുള്ളതാണ്. ഒന്ന് വന്ന് നോക്കിയേ. ഫ്യൂവൽ പമ്പിന് എന്തോ തകരാറ്. ഈ കാർ ഉടനെ കൊടുക്കേണ്ടതാ. ഒരു രോഗിയെ ആശുപത്രി കൊണ്ടുപോകാനുള്ളതാ. എടോ, ആരാണ് കാറിലിരിക്കുന്നത് മനസ്സിലായോ? തടി കേടാകുന്നതിന് മുമ്പ് വന്നോ, അതാ നല്ലത്. ഓ പിന്നെ നിന്റെ നേതാവ് തലയെടുത്ത് കളയോ? എനിക്ക് സൗകര്യം എന്ന് പറഞ്ഞ നിന്റെ നേതാവിനോട്. കുറെ നേതാക്കന്മാരിറങ്ങിയിരിക്കുന്നു. ജനം എങ്ങനെയും തുറഞ്ഞോട്ടെ. അവന്മാരുടെ കാര്യം ഭംഗിയായിട്ട് നടന്നാൽ മതി. അല്ല ഇതാര്? നമ്മുടെ ബ്ലേഡല്ലേ? അമ്മായിയമ്മയുടെ വീട്ടിൽ നിന്ന് വന്നു. വരുന്ന വഴിയാണ് ചേട്ടോ. ഒരു കിട്ട് ദിനേശും ഒരു തീപിടിന്താ. കാശ് നാളെ തരാം. എന്തോ ഇതൊന്ന് വായിച്ചേ. അത് താൻ വായിച്ചാ മതി. ഡോ എന്റെ പറ്റി കൊടുത്തരെ. വേണ്ട ചേട്ടാ. ചക്കാത്താണെന്ന് കൂട്ടണ്ട. നീ തൊഴിൽ തുടങ്ങി കഴിഞ്ഞ് ദിവസമുള്ള എന്റെ വീതത്തിനോട് തന്നാ മതി. ഞാൻ ആ തൊഴിൽ നിർത്തി. പോലീസ് സ്റ്റേഷനിൽ കയറി മടുത്ത്. ഇനിയെങ്കിലും 4 ആളുടെ മുമ്പിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പോവാ. ബ്ലേഡ് രാമുവിനെ ആരെങ്കിലും വിശ്വസിച്ച് ജോലി കയർത്തു? ചേട്ടൻ പറഞ്ഞത് ശരിയാ. രാമു നിക്ക്. ഈ പഴയ തൊഴിൽ നിർത്തിയെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ? സത്യമായിട്ടും അതെ. എങ്കിൽ നിനക്ക് ഞാൻ ജോലി തരാം. അന്യന്റെ പോക്കറ്റ് തപ്പാനല്ലാതെ എനിക്ക് വേറൊരു ജോലി അറിഞ്ഞൂടെ ചേട്ടാ.
എല്ലാവരും എല്ലാം പഠിച്ചുകൊണ്ടാണോ ജനിക്കുന്നത്? ഒരു സ്ക്രൂ ഡ്രൈവറും സ്പാനറും കൊണ്ട് ജീവിതം ആരംഭിച്ചവനാ ഞാൻ. ഇപ്പൊ അന്തസ്സായിട്ട് കുടുംബം നോക്കുന്നു. നീ വാ, നമുക്ക് വഴിയുണ്ടാക്കി വാ. ഇവൻ നാട്ടുകാരെ മുഴുവൻ പിഴപ്പിക്കുന്ന ലക്ഷണമാണല്ലോ. അങ്ങനെ വിട്ടാ പറ്റില്ല. ലോക്കപ്പിലായിരുന്നപ്പോ നല്ല കുശാലായിരുന്നു. മന്ത്രിമാരെ പോലെ സർക്കാർ ചെലവല്ലേ. പുറത്തു വന്നതിന് ശേഷം ഒരു വസ്തും കഴിച്ചിട്ടില്ല. രാധേ, നിനക്കെന്താണ് അവിടെ കാര്യം? എന്താ പോടാ? നീ എവിടെ ഇല്ല? അമ്മ, നാളെ മുതൽ രാമു നമ്മുടെ വർക്ക്ഷോപ്പിൽ പണിക്ക് വരുന്നു. നാളെ മുതൽ വണ്ടിക്കൊന്നും ടയറ് കാണത്തില്ല. ഇവൻ മടിക്കുത്തിരിട്ട് കിടക്കും. അമ്മ വെറുതെ പറഞ്ഞതാ. നീ എവിടെ ഇരി. രാധേ, ഇത് കാപ്പി ഇട്, കഴിക്കാനുണ്ട്. ഉച്ചയ്ക്ക് വെച്ച കഞ്ഞിയാണോ? കറിയൊന്നുമില്ല ഏട്ടാ. എനിക്ക് കഞ്ഞി മാത്രമേ വേണ്ടൂ. കറിയുടെ ആവശ്യമേ ഇല്ല. പിന്നെ ഉണക്കമുളക് ഉണ്ടാവുമോ? കാണും. അത് രണ്ടെണ്ണം ചുട്ടെടുത്തു. പിന്നെ ഉണക്കമീൻ കാണാതിരിക്കില്ല. ഉണക്കച്ചമ്മീൻ ഇത്തിരി ഇരിപ്പുണ്ട്. ചീനിച്ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് അവരെ ഒന്ന് ചൂടാക്കി എടുത്താ നന്നായിരിക്കും. പിന്നെ തേങ്ങാക്കൊത്ത് കാണുമോ? ഞാൻ പറഞ്ഞ് ഒരു സദ്യക്കുള്ള വട്ടങ്ങളായല്ലോടാ. ആ, രാമുവിന് കഞ്ഞൂട്, എനിക്ക് കാപ്പി. നില്ലേ എന്റെ കല്യാണ ചട്ടിയിൽ അടച്ചോ. അറക്ക് വീഴുന്ന ഭാഗ്യവാൻ ആരാണെന്ന് ദൈവത്തിനറിയാം. ശ്ശോ, ഈ സുധിയൊക്കെ. അമ്മ, ഈ പെണ്ണിന്റെ കയ്യിലെ നഖമൊന്നും മുറിച്ച് കാണാം. പുലി നഖം പോലിരിക്കുന്നു. ആ, അതിനിങ്ങോട്ട് വാ. അമ്മാവനെ എന്തിനും കാണിച്ചു തരാം. ഓരോ ആ, ഇനി നമുക്ക് വൈകിക്കേണ്ട സുധി. രാധയുടെ അച്ഛന്റെ വകയിൽ ഒരു പയ്യനുണ്ട്. ഇലക്ട്രിക് ബോർഡ് ജോലിയാ. രാധ കോളടിച്ചല്ലോടി. നാടിന്റെ വെളിച്ചം കൈകാര്യം ചെയ്യുന്ന വകുപ്പല്ലേ? ആ, അതൊക്കെ കൊള്ളാം. അവന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ എനിക്കൊന്ന് അന്വേഷിക്കണം. വെറുതെ എന്റെ കൈക്ക് നീര് വരുത്തരുത്. ആ സമയത്ത് തനിയെ പോകണ്ട, ഞാനും ആ വഴിക്കാണ്. ജീപ്പ് കയറും. കേറാനല്ലേ പറഞ്ഞു? ജോധ്പൂർ മഹാറാണി നമ്മുടെ ടൗൺ സന്ദർശിക്കുന്നു. അവർക്ക് രാജോചിതമായൊരു സ്വീകരണം കൊടുക്കണം നമുക്ക്. എന്തു പറയുന്നു? അത് അപകടമല്ലേ സാർ? ജനശ്രദ്ധ നമ്മുടെ നേരെ തിരിയും, പുറകെ പോലീസിന്റെയും. നമ്മുടെ തൊഴിലിൽ നീ ഇന്നും ഒരു കൊച്ചു കുഞ്ഞാണ്. സ്വീകരണമെന്ന് ഞാൻ പറഞ്ഞത് മഹാറാണിയെ സാധാരണക്കാരിയായി മാറ്റാനുള്ള ഏതടവ്? കറക്റ്റ്. രാജാധികാരം പോയെങ്കിലും ഉത്തരേന്ത്യയിലെ സമ്പന്ന രാജകുടുംബങ്ങളിൽ ഒന്നാണ് ജോധ്പൂർ. നഗരത്തിലെ ഏറ്റവും വലിയ ക്ലബാണ് മഹാറാണിക്ക് സ്വീകരണം നൽകുന്നത്. ഇത്തരം സ്വീകരണങ്ങളിൽ മഹാറാണി ഒരു നെക്ലസ് അണിയാറുണ്ട്. വിലമതിക്കാനാവാത്ത വൈരങ്ങൾ പതിച്ച ആ നെക്ലസ് അടിച്ചെടുത്താൽ രമേഷ് പറഞ്ഞതുപോലെ മഹാറാണി സാധാരണക്കാരിയായ വെറും റാണിയായി മാറും. മഹാറാണിക്ക് എപ്പോഴും പ്രൈവറ്റ് ബോഡി ഗാർഡ്സ് ഉണ്ട്. അവരുടെ കണ്ണു വെട്ടിച്ചതടിക്കണം. രമേശിന് ഞാൻ തരുന്ന ആദ്യത്തെ ജോലി എന്താ? ഒരു കൈ നോക്കിക്കൂടെ? ആ നെക്ലേസിനെ പറ്റി അല്പം പഠിക്കണം. ജോധ്പൂർ രാജകുടുംബത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്താൽ മതി. കൽക്കട്ട നാഷണൽ ലൈബ്രറിയിൽ അവ കിട്ടും. പഠിച്ച കള്ളൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതിനു വേണ്ടി എന്ത് ചെലവ് ചെയ്യാനും ഞാൻ റെഡി. എങ്കിൽ ഞാനും റെഡി. രമേശ്, ഇത് അപകടമല്ലേ? ജീവിതം തന്നെ ഒരു അപകടമല്ലേ? ഈ സംഘത്തിലെ ഒരു അംഗമായ രജനി ഇങ്ങനെ പറഞ്ഞാലോ? മനസ്സോടെ ഇവിടെ വന്നതല്ല, എന്റെ വിധി. എന്നെപ്പറ്റി പറയാനല്ല ഞാൻ രമേശിന്റെ പിന്നാലെ വന്നത്. ഈ മോഷണത്തിന് ഇറങ്ങരുന്നല്ലേ രജനി പറഞ്ഞു വരുന്നത്? അതെ, ഞാൻ വാക്ക് കൊടുത്തുപോയി. രമേശ് പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്, അത് മറക്കണ്ട. രമേശിന്റെ പടം വരാത്ത ഒറ്റ പത്രം പോലും ഇവിടില്ല. പുറത്തിറങ്ങുന്ന അടുത്ത നിമിഷം അകത്താകും. ഇല്ല രജനി, രജനി ഓന്തിനെ കണ്ടിട്ടില്ലേ? പരിസരമനുസരിച്ച് നിറം മാറുന്ന ജീവി. ഓന്തിന്റെ ചില്ലറ വേലകളൊക്കെ എനിക്ക് പറയാം. പറഞ്ഞാൽ കേൾക്കാൻ മാത്രം ഞാൻ രമേശിന്റെ ആരുമല്ല. എന്നാര് പറഞ്ഞു? എനിക്കൊന്നും സംഭവിക്കാതെ നോക്കിക്കോളാം രജനിക്ക് വേണ്ടി. രമേശിന് സഹായമാവുമെങ്കിൽ ഈ ഉദ്യമത്തിൽ എന്നെയും സഹകരിപ്പിക്കൂ. തീർച്ചയായും. Ladies and gentlemen, I am very grateful for the warm and affectionate welcome extended to me by the people of Kerala and the members of this club in particular.
Thank you. Thank you. Thanks a lot. Thank you. Thank you very much. Thank you. Are you settled in Kerala? Yes, Your Highness. I'm sorry, Your Highness. It's all right. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സാർ. കയ്യിൽ കിട്ടിയ നെക്ലേസ് വീണ്ടും മഹാറാണിയുടെ കഴുത്തിലിടുന്നത്. ദാ വരുന്നു പട്ടി ചന്തയ്ക്ക് പോയ പോലെ. മിടുക്കനാണെന്ന് ധരിച്ചു. നിനക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ നേരത്തെ പറയാമായിരുന്നു. എന്നെ പറ്റിയുള്ള ധാരണ ഞാൻ തെറ്റിക്കാറില്ല. ഇത് ചരിത്ര പ്രസിദ്ധമായ ജോധ്പൂർ വൈര നെക്ലേസ്. അപ്പോ മഹാറാണിയുടെ കഴുത്തിൽ കെട്ടിയതോ? ഇതിന്റെ ഇമിറ്റേഷൻ. ഞാൻ കൽക്കട്ടയിൽ ഒരു വിദഗ്ധനായ തട്ടാനെ കൊണ്ടുണ്ടാക്കിയ ഇതിന്റെ തനിപ്പകർപ്പ്. രമേശ് എന്റെ പാർട്ട്ണറാകുന്ന കാലം അടുത്തു വരുന്നു. തലക്കെട്ടും താടിമീശയും ചേർന്നപ്പോ അസലൊരു സിംഗ്. എനിക്കേ ആളെ മനസ്സിലായില്ല. മിടുക്കൻ. മിസ്റ്റർ വിക്രമൻ അഭിനന്ദിച്ചപ്പോ പോലും എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടായില്ല. ഞാൻ അഭിനന്ദിച്ചത് വേഷം മാറാനുള്ള രമേശിന്റെ കഴിവിനെയാണ്. അത് ഉപയോഗപ്പെടുത്തുന്ന മാർഗത്തെയല്ല. നമ്മുടെ മാർഗത്തോട് ഇത്ര വിരോധമാണെങ്കിൽ രജനി എന്തിനിവിടെ കഴിയുന്നു? ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, വിധി. ചിലപ്പോ തോന്നും സാക്ഷാൽ ജയിലിലേക്ക് പോയാൽ എന്തെന്ന്. ഇതും ഒരു ജയില് തന്നെയല്ലേ. എന്റെ കഥ കിടക്കട്ടെ. രമേശ് അവിടുന്ന് രക്ഷപ്പെടുന്നവരെ എന്റെ ഉള്ളിൽ തീയായിരുന്നു. സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം ഞാൻ അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത്. രജനിയെ സാറ് വിളിക്കുന്നു.
சார் சார் காப்பாத்துங்க சார், என் பொழுப்பே போச்சு சார், என்ன காப்பாத்துங்க சார். அது வரைக்கும் இந்த காலை விடவே மாட்டேன், நான் விடவே மாட்டேன். എന്താ കാര്യം? பாக்கு வாங்குறதுக்கு கோயம்புத்தூர்ல இருந்து வந்தோம் சார். 10,000 ரூபாய் சார். பஸ்ல போகும்போது பிளேடு வச்சுட்டோம், பாடு. உங்க அப்பா மாதிரி நினைச்சு என்ன കാപ്പാത്തുങ്ക സാർ. ഇവൻ ഏത് പാണ്ഡ്യാണ്? പറഞ്ഞു സാറിന്റെ തന്തയ്ക്ക് പറയാൻ തമിണ്ടായിരിക്കടോ. ടൗണിലെ പോക്കറ്റടിക്കാരുടെ ലിസ്റ്റ് വരും. അതിന്റെ ആവശ്യമില്ല സാർ. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ബ്ലേഡ് കേസാണെങ്കിൽ ചെയ്തത് രാമു. ബ്ലേഡ് രാമു. ഓ രാമു. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. സാറേ ഒന്ന് നിൽക്കണേ. എന്തിനാ ഇവനെ കൊണ്ടുവന്നേ? ഒരു പോക്കറ്റടി കേസിൽ പ്രതിയാണോ സംശയത്തിന്റെ പേരിൽ. സംഭവം എന്നാ നടന്നേ? ഇന്ന് മുഴുവനാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതിന് സാക്ഷി ഞാൻ തന്നെ. കുറെ കൂടി മാന്യനായ ഒരു സാക്ഷി വേണം. ഓ, ചോര വീർപ്പാക്കി പണിയെടുത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ നാട്ടിൽ മാന്യതയില്ല. ഞങ്ങൾക്ക് കാറും ബംഗ്ലാവും തോട്ടും കൊട്ടൊന്നുമില്ല സാറേ. അതെല്ലാം ഉള്ള കള്ളനും കൊലപാതകയൊക്കെ ഈ നാട്ടിൽ മാന്യന്മാരാ. ഇവരിൽ ആരെ വേണം സാറിന് സാക്ഷിയായിട്ട് പറ. ഒരിക്കലും ഇവൻ വഴിതെറ്റി നടന്നതാ. മനസ്സ് മാറി ഇപ്പൊ എന്റെ കൂടെ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുക. പക്ഷെ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ചെയ്യാത്ത കുറ്റത്തിന് ഇവനെ വീണ്ടും നിങ്ങൾ ജയിലിലടച്ചാൽ ഒരു കുറ്റവാളിയെ കൂടി സൃഷ്ടിക്കായിരിക്കും. അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. ഒരു സാക്ഷിയായിട്ട് മതിക്കാൻ പോലും മാന്യതയില്ലാത്തവനാണ് ഞാനെന്ന് സാറിപ്പോ പറഞ്ഞല്ലോ. എങ്കിലും സാറിന് ജീവൻ രക്ഷിച്ചവന് മാന്യത പോരെന്ന് പറഞ്ഞ് മരിക്കേണ്ടതായിരുന്നല്ലോ. ആഹാ, എങ്കിൽ താനാ ജീപ്പിലേക്ക് കയറ്. എന്റെ ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ അതുകൂടി. പോലീസ് സ്റ്റേഷൻ കേട്ട ഇവർക്ക് പേടിയാ സാറേ. അങ്ങോട്ട് കൊണ്ടുപോകുന്നവരെ മിക്കവാറും ശവമായിട്ടാണല്ലോ ഇങ്ങോട്ട് തിരിച്ചയക്കാറ്. പോലീസ് വകുപ്പിനെ പറ്റി ജനങ്ങൾക്കിടയിലുള്ള പ്രതിച്ഛായ കണ്ടോ സാറേ? എന്നെ ഓർത്ത് നിങ്ങൾ സമാധാനമായിട്ട് പിരിഞ്ഞു പോകണം. എന്നെ ആരും ഒന്നും ചെയ്യില്ല. നീ അതുകൂടി. സുധാകരനെ കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. രക്ഷിച്ച കഥ പറയും കൂടി ചെയ്തപ്പോ ആ സംശയം തീർന്നു. ജഗ്ഗുവിനെ അറസ്റ്റ് ചെയ്തന്ന് എനിക്ക് ഫോൺ ചെയ്തതും സുധാകരനല്ലേ? അതെ. അന്ന് പിടിച്ച കള്ളക്കടത്ത് സാധനങ്ങളുടെ വില 50 ലക്ഷത്തിനടുത്ത് വരും. ഇൻഫോർമർ എന്ന ക്ലെയിം ചെയ്തിരുന്നെങ്കിൽ ഒരു വൻ തുക സുധാകരന് കിട്ടുമായിരുന്നു. വീർക്കാതെ കിട്ടുന്ന കാശ് ഞാൻ വാങ്ങാറില്ല. ജീവൻ പണയം വെച്ചല്ലേ അന്നെ രക്ഷിച്ചത്. പണത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിന് സുധാകരൻ അത് ചെയ്തു? അത് പറയാൻ സമയമായിട്ടില്ല സാറേ. പിടികിട്ടാത്ത ഒരാളെ ഞാൻ തേടുകയാണ്, ഒരു കുറ്റവാളി. സുധാകരനെ ഞാൻ സഹായിക്കാം. വിശദ വിവരങ്ങൾ പറഞ്ഞാൽ മതി. ഇല്ല സാർ, നിങ്ങളുടെ നിയമത്തിന്റെ അയഞ്ഞ വലക്കണ്ണികളിലൂടെ ഒരിക്കൽ രക്ഷപ്പെട്ട് കഴിഞ്ഞവനാണ് ആ കുറ്റവാളി. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും അവൻ രക്ഷപ്പെടില്ല. അവനോടുള്ള വെറുപ്പും പകയും വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ നിന്ന് എരിയുകയാണ്. സുധാകരൻ എപ്പോഴെങ്കിലും എന്റെ സഹായം വേണമെന്ന് തോന്നിയാൽ വേണ്ടിവരില്ല സാർ. ആ ന്യായവിധി നടത്തുന്നത് ഞാനായിരിക്കും. അന്നേ എന്റെ മനസ്സിലെരിയുന്ന തീ അണയൂ. എന്റെ ഒരു ചോദ്യത്തിന് രജനി മറുപടി പറഞ്ഞില്ല. ദുഃഖകഥകൾ കേൾക്കാനും പറയാനും കൊള്ളില്ലേ രമേശ്? അന്യനോട് പറയാൻ അല്ലേ? അന്യനോ? രമേശ് ഇവിടെ വന്നതിന് ശേഷമാണ് വീണ്ടും ജീവിക്കണമെന്ന് തോന്നിയത്. എനിക്കറിയാം രജനി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിർബന്ധിക്കുന്നത്. പറയൂ. സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു ഞാൻ. കഷ്ടപ്പെട്ട് ബികോം വരെ പഠിച്ചു. അപ്പോഴേക്കും ആകെ ഉണ്ടായിരുന്ന 10 സെന്റും വീടും കടത്തിലായി. ഭാഗ്യത്തിന് ജോലി കിട്ടി, ഒരു ബാങ്കിൽ. സർ, വിക്രം എക്സ്പോർട്സ്
ഓഫീസിൽ നിന്നും ബാങ്കിൽ അടിക്കാൻ കൊണ്ടുവന്ന ക്യാഷ് കള്ളനോട്ടാണ്. നമ്മുടെ വലിയൊരു ക്ലയന്റാണ് വിക്രം എക്സ്പോർട്സ്. രജനിക്ക് തോന്നിയതായിരിക്കും. അല്ല സർ, പേപ്പർ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. സാറിന് വന്ന് നോക്കണം. ക്യാഷ് കൊണ്ടുവന്ന ആൾ സ്ഥലം വിട്ടിരിക്കുന്നു. മണി 2 ക്യാഷ് കൗണ്ടർ ക്ലോസ് ചെയ്യും. വിക്രം എക്സ്പോർട്സിന്റെ ഇതുവരെയുള്ള ട്രാൻസാക്ഷന്റെ ഓരോ കോപ്പി എടുക്കണം. രജനി തന്നെ ചെയ്യണം, മറ്റാരും അത് അറിയരുത്. ശരി സർ. സർ, 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 സർ. വിക്രം എക്സ്പോർട്സുമായി കൂട്ടുചേർന്ന് രജനി ബാങ്കിലൂടെ കള്ളോട്ട് മാറുന്നത് മാനേജർ കണ്ടുപിടിച്ചു അല്ലേ? ഇല്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്ന് രജനിക്കും എനിക്കും അറിയാം. പക്ഷെ പോലീസ് അത് വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് രജനി ഈ മനുഷ്യനെ കൊല ചെയ്യുന്ന ഫോട്ടോ കൂടി കാണുമ്പോൾ. സത്യമായിട്ട് ഞാൻ കൊണ്ടിട്ടില്ല. തെളിവുകളെല്ലാം രജനിക്കെതിരാണ്. മാനേജറുടെ ദേഹത്ത് രജനിയുടെ വിരലടയാളങ്ങൾ, രജനിയുടെ കഴുത്തിൽ കൊലക്കയർ വീഴാൻ വേണ്ടുന്ന തെളിവുകൾ എല്ലാം ഇതിനകത്തുണ്ട്. ഞാനിത് പോലീസിൽ ഏൽപ്പിക്കട്ടെ? എന്നെ രക്ഷിക്കണം. എന്റെ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബത്തെ നശിപ്പിക്കരുത്. ശരി, എങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. അന്ന് തുടങ്ങിയതാണ് ഈ അജ്ഞാതവാസം. കുടുംബത്തെ രക്ഷിക്കേണ്ട ചുമതലയില്ലായിരുന്നെങ്കിൽ എന്നെ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. കരുതിക്കുട്ടി രജനിയെ ചതിച്ചാണ്. പക്ഷെ രജനി പേടിക്കണ്ട, രജനിക്ക് ഞാനുണ്ട്. തുടച്ച് വെള്ളക്കാർ കറുത്തുപോയി. ഇവിടെ ഇരുന്ന് നല്ലത് എവിടെ പോയി? രാമം, ഇതേ ആ 10-15 സ്പാനർ എവിടെ? 10-15 സ്പാനർ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ കണ്ടല്ലോ. അത് അതേ ഇരിക്കുന്നു. എടാ ഹാമർ അല്ല, സ്പാനർ. അത് ശരി. പൊന്നെടുക്കുന്നിടത്ത് പോ, എനിക്കെന്താ കാര്യം? ഇത്രയും കാലമായിട്ട് ചേട്ടൻ കാറ് കഴുകാനല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും ജോലി പഠിപ്പിച്ചു തന്നിട്ടുണ്ടാ? ഗ്രീസ് അടിക്കാനെങ്കിലും എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ? അതിന് ഗ്രീസ് അടിക്കാൻ നിന്നെ എന്തിനാ പഠിപ്പിച്ചിരുന്നത്? ഇതെങ്ങനെ നിന്റെ പോക്കറ്റ് വന്നു? പറഞ്ഞതുപോലെ എന്റെ പോക്കറ്റിൽ എങ്ങനെ വന്ന്? ചേട്ടൻ ഇട്ടിട്ടുണ്ടാവും. ഞാൻ ഒരൊറ്റ വീക്ക് വെച്ചിരും അലവലാതി. അപ്പൊ പിന്നെ ഞാനായിരിക്കും. മനസ്സറിയാതെ പഴയ തൊഴിൽ ചെയ്തു പോയതാ ചേട്ടാ. ചേട്ടൻ ക്ഷമിച്ചുകളാ. ആ പഴയതൊക്കെ മറക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ തടി കേടാവും. വേണ്ട. അല്ലെങ്കിൽ പിന്നെ കേടാവാത്തതുപോലെ നാളെ ഞാൻ വർക്ക്ഷോപ്പിൽ കയറാൻ പോവാ. ആശുപത്രിയിൽ പോകാൻ പോവാണെന്ന്. ഇത് കണ്ട മുഴ പോലീസുകാർ ഇടിച്ചിട്ട്. സുധീട്ടാ, വാ ചോറുണ്ണ. ആ ഞാൻ പിന്നെ കഴിച്ചോളാം, പണിയുണ്ട്. നീ വയ്ക്കോ. വിളമ്പുന്ന കാര്യം ഞാൻ ഏറ്റു. ഒരു വീട്ട് ബീഡിയും തീപ്പെട്ടി വാങ്ങിച്ചോണ്ടോ? ഞാനും പോച്ചിട്ട് കുറെ നേരമായി. നീ കുറെ പോയിക്കും. പോണം. വഴിയിൽ റൗഡി ശരിയൊന്നുമില്ലല്ലോ. പെൺകുട്ടികൾ സുന്ദരികളായുള്ള കുഴപ്പമാണിത്. ഞാൻ രാധയുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. സുധീട്ട വർക്ക്ഷോപ്പിലാ, അങ്ങോട്ട് പോയാൽ കാണാം. സുധാകരനെ കാണുന്നതിന് മുമ്പ് രാധയുടെ മനസ്സറിയണം. വളച്ചു കെട്ടി പറയാനൊന്നും ഞങ്ങൾ പോലീസുകാർക്ക് അറിയില്ല. എനിക്ക് രാധയെ ഇഷ്ടമാണ്. രാധയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ സുധാകരനെ കാണാം. പറയൂ രാധേ, എന്നെ ഇഷ്ടമാണോ? രാധ എന്തോന്ന് പറയാത്തത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇതൊന്നും നടക്കലടി. നീ കണ്ടുപിടിച്ചത് പുളിങ്കൊമ്പ് തന്നെ, പക്ഷെ ഉയരം കൂടി പോയി. നിന്റെ കയ്യെത്തുകയല്ല. നടുറോട്ടി വെച്ച് അവൻ എന്താണ് നിന്നോട് പറഞ്ഞത്? കേട്ടപ്പോ നീ നിന്ന് കൊഞ്ചിക്കൊള്ളുന്നുണ്ടായിരുന്ന രാമ പറഞ്ഞല്ലോ. സുധാകര, ഞാൻ പറയാം.
എനിക്ക് രാധയെ ഇഷ്ടമാണ്. നിങ്ങളോട് ആലോചിക്കുന്നതിന് മുമ്പ് രാധയുടെ മനസ്സറിയണമെന്ന് എനിക്ക് തോന്നി. രാധ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. ഇതൊക്കെ വഴി വെച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, ഞങ്ങളൊക്കെ തീരെ താഴ്ന്നവർ. ഒരേ വലിപ്പത്തിലുള്ള ചക്രങ്ങൾ ഉണ്ടെങ്കിലേ വണ്ടി ഓടും, പ്രത്യേകിച്ച് ജീവിത പാരമ്പര്യം ഉള്ള വണ്ടി. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കും. എനിക്കാരുമില്ല. ഒരു അനാഥശാലയിലാണ് ഞാൻ വളർന്നത്. അത് നടത്തുന്ന പള്ളി വികാരിയുടെ സഹായത്തിൽ ഞാൻ പഠിച്ചു. ഇന്നെനിക്ക് അന്തസ്സായ ഒരു ജോലിയുണ്ട്. പക്ഷേ മനസ്സിലെന്നും പഴയ അനാഥനാണ്. നിങ്ങൾക്ക് രാധയുടെ ഭർത്താവായി ഈ അനാഥന മതിയെങ്കിൽ വിവരം അറിയിക്കൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഗോഡ് വിൽ ബ്ലസ് യു മൈ സൺ. നിന്നെ കാണണമെന്ന് മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഫാദറിനെ അനുഗ്രഹിക്കണം. നിന്നെ വളർത്തിയത് ഞാനല്ലേ. മുഖവുര കേൾക്കുമ്പോൾ തന്നെ കാര്യം പ്രധാനപ്പെട്ടതാണെന്ന് ഊഹിക്കാം. വിവാഹകാര്യമാണ്. നിനക്കോ? അതെ, പാവപ്പെട്ടൊരു പെൺകുട്ടി. എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെയും. ഐ ആം റിയലി ഗ്ലാഡ് മൈ സൺ. എന്റെ ഉപദേശങ്ങൾ നീ മറന്നിട്ടില്ല. പണക്കാരിയേക്കാൾ സൽസ്വഭാവിയായ ഒരു മണവാട്ടി നിന്റെ കുടുംബത്തെ സമ്പന്നമാക്കും. മൈ ബ്ലെസ്സിങ്സ്. രാമു, വർഷാപ്പിൽ പണി കുറവാ. പണി കുറവാണെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടല്ലേ. ഇവിടുന്ന് വിട്ടാ ഞാൻ പഴയ പണിക്ക് പോവും. നിങ്ങളുടെ അടക്കുമ്പോൾ പിടയ്ക്കാതെ ഞാൻ നിന്നെ എന്റെ തൊഴിൽ പഠിപ്പിക്കാം. ലക്ഷ്മണിക്ക്. അതാ, അത് ശരി. ഞാൻ വിചാരിച്ചു ഇന്നോടെ എന്റെ ചീട്ട് കീറിയെന്ന്. ഞാൻ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. വണ്ടിക്കൊരു ചെറിയ ട്രബിൾ. ഫാൻ ബെൽറ്റ് ലൂസാണെന്നൊരു സംശയം. ഒന്ന് നോക്കണം. ഞാനിപ്പോ വരാം. അയ്യോ, ഗണപതിക്ക് വെച്ചത് എരി കൊണ്ടുപോയി. ഞാനൊരു മെക്കാനിക്കാവുന്ന ലക്ഷണമില്ലെന്നാ തോന്നുന്നത്. കാറ് കഴുകല് തന്നെയാ എന്റെ വിധി. നിന്നെ കുളിപ്പിച്ച് ഞാനൊരു കുട്ടപ്പനാക്കോടാ. ഈ വണ്ടി ഞാൻ ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യൂ. ഓ, ഇതാ വർഷം എത്ര കഴിഞ്ഞു? നിനക്ക് ആള് മാറിയതാവൂ. ഇനി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും എനിക്ക് അവനെ തിരിച്ചറിയാം. എന്റെ അച്ഛനെ കൊന്നിട്ട് നമ്മുടെ നേരെ നോക്കിയ ക്രൂരമായ കണ്ണുകളുണ്ടല്ലോ, അത് കണ്ടാണ് ഞാൻ അവനെ തിരിച്ചറിഞ്ഞത്. അവൻ നിന്നെ കണ്ടോ? അതെനിക്കറിയില്ല. എന്തായാലും എന്റെ മോൻ സൂക്ഷിക്കണം. വയസ്സുകാലത്ത് നിന്റെ കൈകൊണ്ട് വെള്ളം വാങ്ങി കുടിച്ച് മരിക്കണം. ആ ഒരു ആഗ്രഹമേ എനിക്കിനി ബാക്കിയുള്ളൂ. അവന്റെ കാർ നമ്പർ എനിക്കറിയാം. TMK 9255 ഉടമസ്ഥൻ ആരാണെന്ന് അറിയാൻ അവൻ RTO ഓഫീസിൽ ചെന്നിരുന്നു. അങ്ങനെ ഒരു നമ്പർ അവിടെ ഇല്ല. അത് വ്യാജ നമ്പർ അല്ലേ? അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു സാർ. RTO ഓഫീസ് രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ വർക്ക്ഷോപ്പുകൾ തുറന്ന് നടന്ന അന്വേഷണമാണ് അവൻ. ആരാണവൻ? നമ്മുടെ രാഘവൻ താമസിക്കുന്ന കോളനിയിലെ ഒരു വർക്ക്ഷോപ്പുകാരനാണ്. പേര് സുധാകരൻ. അവന്റെ മുഴുവൻ വിവരവും എനിക്കറിയണം. രാഘവൻ വിളിച്ചോണ്ട് വാ. ശരി സാർ. വെളിയിൽ എവിടുന്നു? സുധാകരനേട്ടൻ പതിവില്ലാതെ രാത്രി അങ്ങോട്ടാ. വർഷാപ്പിൽ അത്യാവശ്യമായിട്ട് പണിയുണ്ട്. ഇന്ന് രാത്രി ശിവരാത്രി തന്നെ. ശരി, അങ്ങനെ അതെ. രാഘവ, ആരാ? ഇതാ വരുന്നു. വിക്രമ മുതലാളി ഒന്ന് വരാൻ പറഞ്ഞു. ആ, ശരി. മോട്ടോ വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരുത്തൻ നിന്റെ കോളനിയിലുണ്ടോ? ഉണ്ട് സർ. സുധാകരൻ. ആള് മഹാനിഷേധിയാ. സുധാകരൻ ഒറ്റയ്ക്കാണോ താമസം? അല്ല മുതലാളി, അവന്റെ കൂടെ ശങ്കരനും അവന്റെ പേരക്കുട്ടി ഒരു പെണ്ണുമുണ്ട്. ശങ്കരൻ? സുധാകരൻ ശങ്കുമ്മാവാന്ന് വിളിക്കും. സുധാകരൻ, ശങ്കരൻ, സുധി, ശങ്കുമാവൻ. ഇതവർ തന്നെ. സുധാകരന്റെ എല്ലാ നീക്കങ്ങളെയും രാഘവൻ ശ്രദ്ധിക്കണം.
ഇന്നു മുതൽ അത് മാത്രമായിരിക്കണം നിന്റെ ജോലി. എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടായാൽ എന്നെ അറിയിക്കണം. അതിൽ വീഴ്ച വരുത്തരുത്. ശരി മോനെ. പോയിക്കോളൂ. അവൻ ചെയ്ത കുറ്റങ്ങൾക്ക് തെളിവുകൾ തന്നാൽ അടുത്ത നിമിഷം അവനകത്താക്കും. ഇല്ല സാർ, നിങ്ങളെ കൊണ്ടതാവില്ല. മേലുദ്യോഗസ്ഥന്മാർ ഇടപെടും. മന്ത്രി അടക്കമുള്ള രാഷ്ട്രീയക്കാർ സമ്മർദ്ദം ചെലുത്തും. അവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന കള്ളക്കടത്തുകാരനെയും കരിഞ്ഞന്തക്കാരെയും ശിക്ഷിക്കാൻ അവർ കൂട്ടുനിൽക്കില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നല്ലവരില്ലെന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ പറഞ്ഞ ആളെ ആദ്യം അകത്താക്ക്. അയാളെ ചോദ്യം ചെയ്താൽ തെളിവുകൾ താനേ കിട്ടും. ഒരാളുടെ വാക്ക് കേട്ട് ആളുകളെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ജയിലിന് പുറത്ത് ആളുകളില്ലാതാവും. എല്ലാത്തിനും ചില പരിധികളുണ്ട്. നിങ്ങളും നിങ്ങളുടെ നിയമവും പണക്കാരൻ കെട്ടിയ വേലിക്കുള്ളിലാണ്. ആ പരിധി വിട്ട് പുറത്തു വരാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. കോടീശ്വരനായ എന്റെ ശത്രുവിനെതിരെ ന്യായവിധി നടത്തുന്നത് ഞാനായിരിക്കും. ഞാൻ മാത്രം. നിയമം കയ്യിലെടുത്ത് സ്വയം നശിക്കരുത്. ആ നാശം ഒരു നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. നടുവിലുള്ള വാനിലായിരിക്കും ഞാൻ പറഞ്ഞ കിരീടം. മുന്നിലും പിന്നിലും പോലീസ് ജീപ്പ്. എങ്ങനെയെങ്കിലും നമുക്ക് ആ കിരീടം അടിക്കണം. ബലം പ്രയോഗിച്ചെടുക്കാൻ പറ്റില്ല മുതലാളി. ബുദ്ധിപൂർവ്വം എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അതുകൊണ്ടാണല്ലോ രമേശിനോട് വരാൻ പറഞ്ഞത്. കട്ടി തങ്കത്തിൽ തീർത്ത് രത്നങ്ങൾ പതിച്ചതാണ് ആ കിരീടം. പക്ഷെ അതിന്റെ വിലമതിപ്പിന് അതല്ല കാരണം. വിദേശത്തെ പുരാവസ്തു ഗവേഷണക്കാർക്ക് അതിലൊരു കണ്ണുണ്ട്. പലരും എന്നെ സമീപിച്ചിരുന്നു. പറയുന്ന വില തരാൻ അവരൊരുക്കമാണ്. രമേശ് എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് ആലോചിക്കാൻ കുറച്ച് സാവകാശം വേണം. അതിന് സമയമില്ല രമേശ്. കൊച്ചിയിൽ നിന്ന് കിരീടവുമായി പോലീസ് പാർട്ടി നാളെ പുറപ്പെടും. തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ വയ്ക്കാനാണ് പരിപാടി. തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും കിരീടം നമുക്ക് തട്ടണം. ഇനിയൊരു അവസരം കിട്ടില്ല. വേഗം ഒരു പ്ലാൻ ഇടണം. രമേശ് വിചാരിച്ചാലേ ഇത് നടക്കൂ. അസാധ്യം എന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. കണ്ണൂടാ വണ്ടി സെൽഫ് എടുക്കുന്നില്ല സാർ. രണ്ട് റോഡിലാണ് വണ്ടി നിർത്തുന്നത്. വണ്ടി പുറകോട്ട് എടുക്കടാ. സാധ്യത നോക്ക്.
ഇത്തവണമെങ്കിലും നിന്റെ പുറന്നാളിന് നീ എന്റെ കൂടെ അമ്പലത്തിൽ വരണം. നിന്റെ പേര് പുഷ്പാഞ്ജലി കഴിക്കുമ്പോ നീ ഇല്ലായിരിക്കുന്ന കഷ്ടമല്ലേ മോനെ? എനിക്കിതിലൊന്നും ഒരു വിശ്വാസമില്ല ചങ്ങമ്മാവ. 4 പേർക്ക് നല്ലത് ചെയ്താൽ ദൈവം താനെ പ്രസാദിക്കും. ദൈവദോഷം പറയുന്നത് സുധി. നമ്മളെക്കാൾ അറിവും ബുദ്ധിയും ഉണ്ടായിരുന്നവർ ഏർപ്പെടുത്തിയ ചടങ്ങുകൾക്കും സമ്പ്രദായങ്ങൾക്കും അർത്ഥമില്ലെന്ന് കരുതരുത്. ഇതൊന്നും ചെയ്യേണ്ടെന്ന് സുധീട്ടൻ പറഞ്ഞോ? മുത്തച്ഛന് ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ. എന്റെ ഇഷ്ടമല്ല മോളെ കാര്യം. സുധിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന കാലം മുതലേ ഉള്ള പതിവാണ്. എന്റെ കണ്ണടയുന്നവരെങ്കിലും ഈ സമ്പ്രദായത്തിൽ മുടക്കം വരരുത്. ഇത്തവണ നമുക്ക് ആ കൊച്ചനെയും കൂടെ വിളിക്കണം സുധി. ഞാൻ വിളിച്ചു നോക്കാം, വരുമെന്ന് കണ്ടറിയണം. പിന്നെ അങ്ങനത്തെ പൊങ്ങച്ചൊന്നുമുള്ള ആളല്ല. ഞാൻ വിളിച്ചപ്പോ വരാന്ന് പറഞ്ഞല്ലോ. ആ കിടക്കുന്ന കഞ്ഞിയും കലും ഇവിടെ വിളിയും കഴിഞ്ഞു, സ്വീകരണവും കഴിഞ്ഞു. നീ കൊള്ളാമല്ലോടി. വിക്രമൻ പാർട്ട്ണറാക്കിയിരിക്കുക. അത് അങ്ങേരുടെ സന്മനസ്. ഇക്കൂട്ടർക്ക് അങ്ങനെയൊന്നുമില്ല രമേശ്. ഇതുവരെ രമേശിന് ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം തരണമായിരുന്നു. ഇപ്പൊ പാർട്ട്ണർ, ശമ്പളത്തിന്റെ പ്രശ്നമില്ല. പക്ഷെ പാർട്ട്ണറാവുമ്പോ കിട്ടുന്നതിൽ പാതി തരണ്ടേ? അത് വാങ്ങാൻ പാർട്ട്ണർ ജീവിച്ചിരുന്നാലല്ലേ. സാധാരണ സുന്ദരികൾക്ക് ഇതിന്റെ അകത്തൊന്നും കാണാറില്ല. രചനയുടെ ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു. എനിക്കിപ്പോഴാണ് പാർട്ട്ണറാക്കിയതിന്റെ രഹസ്യം മനസ്സിലായത്. അതുകൊണ്ട് നേരത്തെ കൂടണേ നോക്ക്. യെസ് മാഡം. മഹേശ്വരി അമ്മ, ശങ്കരേട്ടനല്ലേ? ആ ഇതാണ് എന്റെ പേരക്കുട്ടി. ഇതാണ് എന്റെ മോൻ രമേശ്. വീടുകളിൽ വേലയ്ക്ക് ഒന്ന് കഷ്ടപ്പെട്ട് രമേശിനെ പഠിപ്പിച്ചു. പഠിക്കാൻ മിടുക്കനായിരുന്നു. എല്ലാ ക്ലാസ്സിനും സ്കോളർഷിപ്പും കിട്ടി. ഒടുവിൽ അവന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ ഒരു ഉദ്യോഗവും കിട്ടി. ഇതൊക്കെ തന്നെയാണ് എന്റെയും കഥ. ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണ. കൂലിവേല എടുത്ത് സുധാകരനെ ഇവിടെയും വളർന്നു. അവൻ തലയെടുത്തോടെ എനിക്ക് ആശ്വാസമായി. കോടീശ്വരനായിരുന്നെങ്കിലും എന്ത് കരുണയുള്ളവനായിരുന്നു സുധാകരൻ. 10 ഗുണം 10 ഗുണമെന്നാ. ഇന്ന് സുധാകരന്റെ പിറന്നാളാ. മഹേഷ് വീട് വരെ വരണം. അമ്മ വരാതെ വിടില്ല. വരൂ അമ്മേ. വരാൻ മോളെ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ രാധ. അമ്മയെന്ന് വിളിക്കാൻ ഒരാളെ കിട്ടിയപ്പോ ഉണ്ടായ സന്തോഷം. സുധാകരന്റെ പിറന്നാളെന്ന് കേട്ടപ്പോൾ ഇനിയൊരു കുട്ടി ഉണ്ടായിരുന്നു ഓർമ്മ വരുന്നു. അവനെവിടെ? പാവം, പാർവതിയുടെ മകൻ രാജു. അവനെയും കൊണ്ട് പോകുന്ന വഴി കൈവിട്ടുപോയി. ഇപ്പൊ എവിടെയുണ്ടോ എന്ത് ചെയ്യുന്നു ദൈവത്തിനറിയാം. സുധാകരൻ ഇപ്പോഴും ആ പഴയ പക മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും. അല്ലെങ്കിൽ എന്നെ കണ്ടുപിടിക്കാൻ അവൻ ഇത്രയും കഷ്ടപ്പെടും. നടന്നവന്റെ ചെരുപ്പ് രചിതമിച്ചം. എനിക്ക് മലയെ എന്ത് ചെയ്യാൻ പറ്റും? ശത്രു നിസ്സാരനാണെന്ന് കണ്ട് അലക്ഷ്യമായിട്ടിരിക്കരുത്. സുധാകരന്റെ കൂടെയുള്ള ആ പെണ്ണിനെ SI രാജശേഖരൻ കല്യാണം കഴിക്കാൻ പോകുന്നു. അവർ രണ്ടുപേരും ഒന്നു ചേരുന്നത് നമുക്ക് ആപത്താണ്. ആ ആപത്തില്ലാതാക്കണം. അതിനാണ് നിന്നെ വിളിപ്പിച്ചത്. സാറ് പറഞ്ഞാട്ടെ, ഞാൻ എന്തും ചെയ്യാം. സുധാകരന്റെ പിറന്നാളാഘോഷം നടക്കും. ആ ബഹളത്തിനിടയിൽ അവനെയും ശങ്കരനെയും തട്ടണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആഹാ, സാറാണോ? അമ്മേ, അമ്മ ഒരിടത്ത് പോയിരിക്കാ സാറേ. എവിടെ? ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് ഏതോ പരിചയക്കാരെ കണ്ടു. അവരിവിടെ വന്നിരുന്നു. ഒരു വയസ്സനും ഒരു പെൺകുട്ടിയും. ശങ്കരൻ എന്ന വയസ്സന്റെ പേര്. ശങ്കരൻ? ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി. ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി. എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നു പാടും പല്ലവി. നമ്മൾ പാടും പല്ലവി. ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി. എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നു പാടും പല്ലവി. നമ്മൾ പാടും പല്ലവി.
ചിറകും നേടി വിണ്ണിൻ വനികയും തേടി വർണ്ണ ചിറകും നേടി വിണ്ണിൻ വനികയും തേടി ഓരോ ദിനവും മറഞ്ഞാലും ഒരു ദിനം ഓർമ്മയിൽ പൂവിരിക്കും ഈ സുദിനം ഈ ധന്യദിനം ഈ സുദിനം ഈ ധന്യദിനം ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നു പാടും പല്ലവി നമ്മൾ പാടും പല്ലവി മഞ്ഞിൽ മഴയിൽ മുങ്ങി കയ്പും മധുരവുമായി മഞ്ഞിൽ മഴയിൽ മുങ്ങി കയ്പും മധുരവുമായി ഇനിയും കാലം പോയാലും ഇതുപോൽ നാം എന്നും പുലരേണം പിരിയാതെ വേർപിരിയാതെ പിരിയാതെ വേർപിരിയാതെ ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നു പാടും പല്ലവി നമ്മൾ പാടും പല്ലവി ചങ്കുമാ ഞാനോ അവനെന്റെ പുറകെയുണ്ട് സുധാകരൻ. അവനെന്നെ കൊല്ലും. ഈ എന്നെ രക്ഷിക്കണം. അവനെ ശിക്ഷിക്കാൻ ഇതിൽ നല്ല സന്ദർഭം വേറെ ഇല്ലടാ. സുധാകര രാജു, ഇവനെ ആരോ... ക്ഷമിക്കൂ സുധീഷ്, ഞാൻ ഔദ്യോഗിക വേഷത്തിലാണ്. എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. രാജു, ഞാനല്ല ഇവനെ കൊന്നത്. അത് കോടതിയിൽ നമുക്ക് തെളിയിക്കാം. ഇല്ല രാജു, നിനക്കെന്നെ തടുക്കാൻ കഴിയില്ല. എനിക്കെന്റെ ലക്ഷ്യം നിറവേറ്റണം. അതിനാര് തടസ്സം നിന്നാലും ഞാനത് സഹിക്കില്ല, നീ ആയാൽ പോലും. ഐ എം സോറി സുധീഷ്. കൂടുതൽ കുറ്റങ്ങൾ ചെയ്ത് നിയമത്തിന്റെ ഊരാക്കുടുക്കിൽ രക്ഷപ്പെടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല.
ഇൻസ്പെക്ടറോട് കാട്ടിയ വേല എന്റെ അടുത്ത് എടുക്കരുത്. കമാൺ. അവിടെ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയതാണ്. അല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരെണ്ണം അകത്ത് കടന്നിട്ടുണ്ടാവും. വിക്രമന്റെ ആളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലാതെ രക്ഷിച്ചു? ഞാനെല്ലാം നാടകീയമായി ചെയ്യും. അതിലെനിക്കൊരു രസം. ഇനി സുധാകരന് പോവാം. നിങ്ങൾ കാര്യമായിട്ട് പറയാണ്? വീടിന്റെ മുൻവാതിൽ കൂടെ പോകണ്ട. ശത്രുക്കൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടാവും. ഇതിലെ പോയാൽ ഇരുളിന്റെ മറവിൽ രക്ഷപ്പെടാം. നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. പ്രത്യുപകാരത്തിനൊരു അവസരം വന്നാൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ കടപ്പാടിന്റെ വലിപ്പം. ഞാൻ പറ്റേ. ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി, ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി, എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നു പാടും പല്ലവി, നമ്മൾ പാടും പല്ലവി. നിന്നെ കണ്ടതിലുള്ള സന്തോഷത്തെക്കാളേറെ നീ ആരാണെന്ന് അറിയുമ്പോൾ വെറുപ്പാണ് എനിക്കധികം. സുധി, പിച്ചക്കാശിന് വേണ്ടി നീ വിക്രമന്റെ വലങ്കയായി നടക്കുന്നു. യഥാർത്ഥത്തിൽ വിക്രമൻ ആരാണെന്ന് നിനക്കറിയാമോ? കള്ളക്കടത്തുകാരുടെ രാജാവ്, സ്വന്തം ലാഭത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരൻ. അത്തരമൊരുത്തിന്റെ അടിമയായിരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പണം മനുഷ്യനെ പിശാചാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പിശാചിന്റെ അടിമയാക്കുമെന്ന് അറിയുന്നത് നിന്നെ കാണുമ്പോഴാണ്. നിന്റെ യജമാനന്റെ ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞുവെന്ന് നീ ഓർത്തോ? നേരെ ഒരുപാടായി. ശവം എടുക്കാൻ വൈകരുത്. വേണ്ട രാമോ, സുധീട്ട് വന്നിട്ട് മതി. മോള് വാശി പിടിക്കരുത്. ഈ സമയത്ത് സുധിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇവിടെ മുഴുവൻ പോലീസാണ്. മുത്തശ്ശൻ എന്നും പറയും സുധീട്ടന്റെ കൈ കൊണ്ട് വെള്ളം കുടിച്ച് കണ്ണടയ്ക്കണമെന്ന്. അത് നടന്നില്ല. അവസാനം കർമ്മം കൂടി. സുധീട്ട, മിസ്റ്റർ രാജശേഖരൻ, നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറയരുത്. തക്കതായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സാർ, എനിക്ക് വളരെ പരിമിതമായ സൗകര്യമേ ഈ ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്നുള്ളൂ. ഏറ്റവും വലിയ കള്ളക്കടത്തും ക്രൈംസും നടക്കുന്നത് ഈ സ്റ്റേഷന്റെ പരിധിയിലാണ്. യെസ്, ഐ നോ. 56 മോഡൽ ജീപ്പും 6 കോൺസ്റ്റബിൾസും ഒരു എക്സിയും എനിക്കുള്ളൂ. ഞാൻ ഇത് വെച്ച് ഇത്രയും മാനേജ് ചെയ്യുന്നില്ലേ? നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം ഡിപ്പാർട്ട്മെന്റ് പലതും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പല സ്ഥലത്തും പരാജയപ്പെടേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമായിരുന്നു. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. സമയം വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഗുഡ് മോർണിംഗ് സർ. ഹലോ മിസ്റ്റർ രമേശ്. മിസ്റ്റർ രാജശേഖരൻ, മിസ്റ്റർ രമേശ്, CBI ഓഫീസർ ഫ്രം ബോംബെ. രാജുവിന് അത്ഭുതം തോന്നുന്നല്ലേ? എന്നെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തതല്ലേ? രാജു, നിനക്കെന്നെ മനസ്സിലായോ? ഓർത്തു നോക്ക്, നിന്റെ പഴയ കളിക്കൂട്ടുകാരൻ രമേശ്. ഞാൻ രമേശ്. സാർ ക്ഷമിക്കണം, ഞങ്ങൾ കുറച്ചു സമയം സ്വന്തം വിഷയത്തിലേക്ക് കടന്നുപോയി. രമേശ്, സുധിയെ ഞാൻ കണ്ടിരുന്നു. രാഘവനെ കൊന്നത് അവനല്ല. നമ്മുടെ പദ്ധതിയെല്ലാം നടപ്പാക്കുന്ന നിമിഷം അടുത്തു കഴിഞ്ഞു. വിക്രമനെയും ഗ്യാങ്ങിനെയും അകത്താക്കാനുള്ള എല്ലാ വലയും വീശിക്കഴിഞ്ഞു. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. തീർച്ചയായും. താങ്ക് യു മിസ്റ്റർ രമേശ്. സീ യു. ഓക്കെ. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ കിരീടം
വിലമതിക്കാനാവാത്ത ഒരു പുരാവസ്തുവാണ്. തനി തങ്കത്തിൽ തീർത്ത ഈ കിരീടത്തിൽ പതിച്ചിരിക്കുന്ന ഓരോ രത്നങ്ങൾക്കും അതിൻ്റെതായ ചരിത്രമുണ്ട്. പണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കച്ചവടത്തിനായി വ്യാപാരികൾ തിരുവഞ്ചിക്കുളത്ത് വരുമായിരുന്നു. അവരിൽ നിന്നും വാങ്ങിയ വിലമതിക്കാനാവാത്ത അപൂർവ രത്നങ്ങൾ ഉപയോഗിച്ചാണ് തമ്പുരാക്കന്മാർ ഈ കിരീടം പണി കഴിച്ചിട്ടുള്ളത്. ഇതിന്റെ നടുവിൽ വെട്ടിത്തിളങ്ങുന്ന ഇന്ദ്രനീല കല്ല് എത്യോപ്യയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഞാനാണ്. നമ്മൾ ഉദ്ദേശിച്ച ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. അതെ, വിദേശികളുണ്ട്. ഈ പോലീസുകാരനാണെന്ന് എനിക്ക് മുമ്പേ സംശയമുണ്ട്. ഭാഗ്യവാനെന്ന് സാർ, അവൻ പോലീസിൽ ഫോൺ ചെയ്തു. എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി. എന്നാലും ഞാൻ തോറ്റിട്ടില്ല. നീ പുറത്തു പോയപ്പോ നിന്റെ പുറകെ എന്റെ ആളുണ്ടായിരുന്നു. സാംസൺ, നീ ചാരനാണെന്ന് മനസ്സിലാക്കിയ ഉടനെ ഞാനിവരെ കസ്റ്റഡിയിലെടുത്തു. നിനക്കെതിരെ നീക്കാനുള്ള ഒന്നാം തരം കരു. പെറ്റു വളർത്തിയ നിന്റെ അമ്മയോടുള്ള കടപ്പാട് തീർക്കാൻ ഒരവസരം തരാം. നിന്റെ സന്ദേശം തെറ്റാണെന്ന് പോലീസിന് ഫോൺ ചെയ്യും. അല്ലെങ്കിൽ എല്ലാവരും അകത്ത് പോകാൻ പറയും.
സ്വന്തം സഹോദരനെ പോലെ നിന്നെ സ്നേഹിച്ച എന്റെ അച്ഛന്റെ നെഞ്ചിൽ തന്നെ നീ കുത്തി. നിന്നെ ഞാൻ വെറുതെ വിടില്ലോ. സുധി, സുധി, ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ. എന്റെ അച്ഛനോടുള്ള കടമ ഞാൻ നിർവഹിച്ചു.